സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് റാദിലെ 11-ാമത്തെ ഒരായത്തിലെ അതിൻ്റെ മധ്യഭാഗത്തുള്ളൊരു വരി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചിട്ടുള്ളത്. ഈ ആയത്ത് നമ്മിൽ പല ആളുകളും കേട്ടിട്ടുള്ള ആളുകളായിരിക്കാം. ഇതിൻ്റെ അർത്ഥവും അർത്ഥതലങ്ങളും നമുക്കറിയാവുന്നതുമാണ്. ഈ വിഷയവുമായി എന്ത് സംസാരിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്ന സമയത്താണ് മുമ്പെവിടെയോ കേട്ട ഈ ഒരു വിഷയം മനസ്സിലേക്ക് കയറി വരികയും എന്നാൽ ഈ വിഷയമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, അള്ളാഹു ഒരു ജനതയെയും മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, സ്വയം മാറാൻ തയ്യാറാകുമ്പോൾ മാത്രമേ അള്ളാഹു ഒരു സമൂഹത്തെ മാറ്റുകയുള്ളൂ എന്നത് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഏവർക്കും അറിയാവുന്ന ഒരായത്താണ് കേട്ടിട്ടുള്ളത്. ഈ ആയത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാ മതങ്ങളുടെയും ഏറ്റവും നല്ല വാക്യങ്ങൾ അവിടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ എഴുതി രേഖപ്പെടുത്താനുള്ളൊരു സമയം വന്നപ്പോൾ അതിൻ്റെ അതോറിറ്റി ഇസ്ലാമിക പണ്ഡിതന്മാരോട് പരിശുദ്ധ ഖുർആനിലൊരു വാചകം അവിടെ ഉല്ലേഖനം ചെയ്യാൻ വേണ്ടി, എഴുതി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാരെല്ലാം ഒരുമിച്ച് കൂടി 114 അധ്യായങ്ങളിൽ 6000-ൽ പരം ആയത്തുകളിലെ അവർക്ക് തോന്നിയ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സൂട്ടായിട്ടുള്ളൊരു വാക്കാണ് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്നുള്ളൊരു വാക്ക്. അള്ളാഹു ഒരു ജനതയെയും മാറ്റുകയില്ല, സ്വയം മാറാൻ തയ്യാറാവാവുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വയം മാറ്റത്തിന് വിധേയമാവാത്തിടത്തോളം കാലം അള്ളാഹു നമ്മളെ മാറ്റുകയില്ല എന്നുള്ളത്. ഇവിടെ നിന്നിട്ട് നമ്മുടെ വിഷയമായി ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, സാധാരണ ഞാനെടുക്കാറുള്ളത് സഹാബിമാരുടെ ചരിത്രം അങ്ങനെയുള്ള വിഷയങ്ങളാണ്. പക്ഷെ ഇന്നത്തെ വിഷയം നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ. ഒരു വിശ്വാസിയും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളെപ്പറ്റി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഡിസ്കഷൻ രൂപത്തിൽ, ഡിസ്കഷൻ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കുറേ ചോദ്യങ്ങളായിരിക്കാം, സിമ്പിളായിരിക്കാം, പക്ഷെ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സ്വന്തത്തിനോട് ചോദിക്കുമ്പോൾ, നമ്മളോട് തന്നെ ചോദിക്കുമ്പോഴായിരിക്കും ഈ ആയത്തുമായി റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. ഇന്ത്യൻ പാർലമെൻറ്റിൽ എഴുതപ്പെട്ടു എന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ അർത്ഥവും അർത്ഥവ്യാപ്തിയും വളരെ വലുതാണ്. അതിലുപരി ഒരു മനുഷ്യൻ്റെ മാറ്റത്തിന് വിധേയമാവാൻ കഴിയുന്ന വളരെ വലിയ ഒരു ആയത്താണത്. അത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളായിരിക്കണം എന്നുള്ളതാണ്. നമ്മളോട് ചോദിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മളെ കുടുംബം, നമ്മുടെ സമൂഹമൊക്കെ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ആ ഒരു ആയത്തുമായി പിന്നെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്ന ചില ചോദ്യങ്ങൾ, ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അത് നിങ്ങളുമായി എത്രമാത്രം റിലേറ്റഡ് ആണ് എന്ന് എനിക്കറിയില്ല. നിങ്ങളോട് ചോദിക്കേണ്ട കുറേ ചോദ്യങ്ങൾ ഇതുമായി നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോ ദിവസവും ചിലപ്പോൾ നമ്മൾ രാവിലെ പ്രഭാതത്തിൽ കണ്ണ് തുറന്ന് ഉണർന്നിരിക്കുന്ന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും നമ്മളോട് ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ ജോലിസ്ഥലത്തേക്കുള്ള യാത്രാവേളകളിലായിരിക്കും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ. അല്ലെങ്കിൽ രാത്രി കിടപ്പറയിലേക്ക്, വിരിപ്പിലേക്ക് പോകുമ്പോൾ കുറച്ച് സമയം, ഒരു 5-10 മിനിറ്റ് നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളായിരിക്കണം നമ്മൾ ഇനി അങ്ങോട്ട് സംസാരിക്കുന്ന ഈ ഒരു പിന്നെ എൻ്റെ സംസാരത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിൽ ഏറ്റവും വളരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധയിൽ പിന്നെ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യമായിക്കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ചില ചോദ്യങ്ങളായിരിക്കാം. ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ കൂടെ ഇവിടെ കയറി വന്നു, ഇവിടെ ഇരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മളോട് ഉള്ള ചില ചോദ്യങ്ങൾ, ഒന്ന്, ഇന്ന് എനിക്ക് ആരോടെങ്കിലും പുഞ്ചിരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്.
ഈ നിമിഷം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളിങ്ങോട്ട് കയറി വന്നു ഇരുന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചിന്തിക്കണം, എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഈ നിമിഷം വരെ വളരെ മനസ്സറിഞ്ഞുകൊണ്ട് എനിക്ക് ആരോടെങ്കിലും പുഞ്ചിരിക്കാൻ സാധിച്ചോ? പലപ്പോഴും നമ്മൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ അതെന്ത് വെച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്, ഇതൊക്കെ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് വരേണ്ടതാണോ എന്നുള്ളത്. പക്ഷേ ഇത് ജീവിതത്തിൽ ഒരു പുഞ്ചിരി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന വളരെ വലിയൊരു മാറ്റമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഖപ്രസന്നതയോടുകൂടി നമ്മളൊരു സഹോദരനെ കണ്ടുമുട്ടി അയാളെ കണ്ടിട്ട് നമ്മളെ മുഖത്ത് നിന്ന് നല്ലൊരു പുഞ്ചിരി അയാൾക്ക് ലഭിക്കുമ്പോൾ ആ മനുഷ്യന് കിട്ടുന്നൊരു ആത്മവിശ്വാസവും ഒരു മനോധൈര്യമൊക്കെ ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു രാവിലെ ഒരു പുലർക്കാലത്ത് നമ്മളുമായി കണ്ടുമുട്ടുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചൊരു സലാം പറഞ്ഞൊന്ന് മുസാഫായത്ത് കൈ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് അയാൾക്ക് കിട്ടുന്നൊരു എനർജിയാണ് എന്നുള്ളതാണ്. ഈ ചൈനക്കാരുടെ ഒരു പഴമൊഴിയുണ്ട്, നമ്മൾ പറയും പോലെ ഈ ബനാന ടോക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചൈനീസ് പഴമൊഴിയിൽ പറയുന്നുണ്ട്, പുഞ്ചിരിക്കാൻ കഴിയാത്തവർ ഒരിക്കലും ബിസിനസ് തുടങ്ങരുത്. നമ്മളത് ചിലപ്പോൾ ഒരു പഴമൊഴിയായിട്ടായിരിക്കും നമ്മൾ കേൾക്കുക. പക്ഷേ നമ്മളെ മനസ്സിലാക്കുക, നമ്മളൊരു ഷോപ്പിലേക്ക് ഒരു സാധനം വാങ്ങാൻ ചെല്ലുമ്പോൾ ആ ഷോപ്പിൻ്റെ ഉടമ ഒന്ന് ചിരിക്കാതെ ജസ്റ്റ് നമ്മളെ കെയർ ചെയ്യാതെ കൺസിഡർ ചെയ്യാതെ നമ്മളെ എന്തെങ്കിലും സാധനം നമ്മളിങ്ങനെ തിരയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ റാക്കുന്ന ഇങ്ങനെ അവർ കാണണം, അവരോട് ചോദിക്കണം, ആ സർവീസ് ബോയിനോട് എന്നൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾ അയാൾ നമ്മളെ മൈൻഡേ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങാനുള്ള മനസ്സേ ഉണ്ടാവാതെ പോകും പലപ്പോഴും. ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾക്ക് അനുഭവിച്ചതാണ്. നിങ്ങളെങ്ങനെ അറിയാം, നമ്മളിവിടെ ബാങ്കിൽ നമ്മൾ എന്തെങ്കിലും ഐഡിയ ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ മുമ്പ് പ്രശ്നമില്ല. ഇപ്പോൾ ഈ സൗദി വൽക്കരണത്തിന് ശേഷം നമ്മൾ ഇവിടെ പറയുകയാണ്, സൗദികൾ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നെവർ മൈൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ വാട്സപ്പിൽ അവരിങ്ങനെ നോക്കും, നമ്മളെ മുന്നിലിരുത്തും. നേരെ മറിച്ച് എല്ലാവരും എന്നല്ല, പക്ഷേ ചില ആളുകളാണെങ്കിൽ വളരെ പുഞ്ചിരിയോടുകൂടി ആ കസ്റ്റമർ ഡീലിംഗ് ഉണ്ട്. അതാണ് ചൈനക്കാർ പറയുന്നത്. നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയാത്തവർ ഒരിക്കലും ഈ കച്ചവടം ബിസിനസ്സിലേക്ക്, അത് അവർ പറയുന്നത് അവരുടേതായിട്ടുള്ള ഒരു ശൈലി അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായ ജീവിതഗന്ധിയായിട്ടുള്ള ചില വ്യവഹാരങ്ങളിൽ അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു പഴമൊഴി. അത് അറേബ്യൻ പഴമൊഴികളുണ്ട്, അറബിക് പഴമൊഴികളുണ്ട്, അങ്ങനെ ഓരോ ഈ പഴഞ്ചൊല്ലുകളിൽ പറഞ്ഞത്. അത് ഈ പുഞ്ചിരി എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് ആത്മബന്ധങ്ങളുടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഭാഗമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പുഞ്ചിരി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചോദിക്കുക, ദിവസം ഇന്ന് കിടക്കുമ്പോൾ അല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഒഴിവിട്ടു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നലെ അല്ലെങ്കിൽ ഈ ഒരു ദിവസം രാവിലെ മുതൽ ഇതുവരെ എനിക്ക് അങ്ങനെ മനസ്സറിഞ്ഞ എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ സർക്കിളിലെ ഓഫീസിലെ ആളുകളോടൊക്കെ ഒരു പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടെ പെരുമാറാൻ സാധിച്ചിട്ടുണ്ടോ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയമായി ഒരു ഹദീസിൽ പറയുന്ന വളരെ വലിയ ഒരു വാക്യമുണ്ട്. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽക അഹാക ബിവജ്ഹി വലീ. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നിങ്ങൾ നന്മകളിൽ നിസ്സാരമായതൊന്നും നിങ്ങൾ അവഗണിക്കരുത്. വലൗ അൻ തൽക അഹാക ബിവജ്ഹി തൊലീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരനെ ഒരു പുഞ്ചിരിച്ച വദനവുമായി മുഖവുമായി സന്ധിക്കുന്നത് വരെ നിങ്ങൾക്ക് ധർമ്മമാണ്. ഒരു പുഞ്ചിരിയെക്കുറിച്ച് ഇസ്ലാമിൻ്റെ മഹാഗുരുവായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്, നമ്മൾ ഒരാളെ കണ്ടുമുട്ടിയാൽ, സഹോദരനെ കണ്ടുമുട്ടിയാൽ പുഞ്ചിരിക്കുക എന്നുള്ളത് ഒരു നന്മയിലൊരു ചെറിയ കാര്യമാണ് എങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യരുത്, അവഗണിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന, പുഞ്ചിരിക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസം എൻ്റെ സഹോദരനെ കണ്ട സന്ദർഭത്തിൽ അല്ലെങ്കിൽ നമ്മൾ നേരെ ഇപ്പോൾ ഫുള്ള് പറയുന്നത് നമ്മളെ ചിരിയും അതേപോലെ തന്നെ ഒരു മുഖപ്രസന്നതയാണ്. നേരെ മറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കാം, ഈ ദിവസം ഈ നേരം എൻ്റെ ഒരു സഹോദരൻ ഇന്ന് കണ്ട സന്ദർഭത്തിൽ വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ എനിക്ക് ചിരിക്കാൻ കഴിയാതെ ഇന്ന് പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ കുടുസത എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. ഒരു കൊച്ചു കുട്ടിയുടെ, ഒരു ചെറിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് നമ്മൾ അവനോടൊന്ന് ചിരിച്ചിട്ട് അവനൊന്ന് കൈ കൊടുത്തോക്കാണ്.
ചില കുട്ടികൾ നമ്മളെ കാണുമ്പോൾ അകന്ന് നിൽക്കുന്ന കുട്ടികളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണും, നേരെ മറിച്ച് നമ്മൾ ചിരിച്ചിട്ട് ആ കുട്ടിയുടെ കയ്യിലൊന്ന് പിടിച്ചിട്ട് അവനൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ രണ്ടാമത് നമ്മളെ കാണുമ്പോൾ കുട്ടി നമ്മളേക്ക് ഒരു അടുപ്പം കാണിക്കും. അവനുമായിട്ടുള്ള നമ്മുടെ ഒരു ഡീലിങ് അങ്ങനെ ആയിരിക്കണം. അതുപോലെയാണ് നമ്മുടെ ഓരോ സഹോദരന്മാരോടും നമ്മുടെ മനസ്സിൽ ഒരു വ്യക്തിപരമായ വൈരാഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചിരിക്കാൻ നമ്മൾക്ക് സാധിക്കും. അങ്ങനെ ഉണ്ടായിട്ട് ചിരിക്കാതെ വരുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള മനസ്സിൻ്റെ ഒരു കുടിസത എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ ആളുകളെ ഈ ചിരി, അതേപോലെ തന്നെ കൺസിഡറേഷൻ, അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ടുള്ള അവരുടെ കൈ കൊടുക്കലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചെറിയൊരു സംഭവം നമുക്കറിയാം. നമ്മൾ ആളുകളെ അവഗണിക്കുമ്പോൾ അവർ നേരിടുന്നൊരു മാനസിക പ്രയാസം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ഖുറൈശി പ്രമാണിമാരോട് സംസാരിക്കുന്ന സമയത്താണ് നമ്മൾക്ക് മനസ്സിലായിട്ടുള്ള ചരിത്രം. അന്ധനായിട്ടുള്ള ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ആ ഒരു സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജസ്റ്റ് മുഖം ഒന്ന് തിരിച്ചു കളയുകയാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു മനുഷ്യത്വത്തിന് അല്ലെങ്കിൽ മാനുഷികതയ്ക്ക് വില കൽപ്പിച്ചുകൊണ്ട് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ ഹ്യൂമാനിറ്റിയെ ഖുർആൻ എടുത്തു കാണിക്കുകയാണ്. ഇസ്ലാമിൻ്റെ പ്രവാചകനാണ് മുഖം തിരിച്ചത്. അതുകൊണ്ട് അള്ളാഹു അത് നെവർ മൈൻഡ് ആക്കി വിടുകയല്ല ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം. ആ നമസ്കാരത്തിലെ 5 വക്തുകളെ പറ്റിയിട്ട് പല സമയത്തും നമുക്കറിയാം. പക്ഷേ നമസ്കാരത്തിലെ റക്അത്തുകളുടെ എണ്ണത്തെ പറ്റിയിട്ട് എവിടെ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടില്ല. പക്ഷെ കണ്ണു കാണാത്ത ഒരു അന്ധനോട് പ്രവാചകൻ മുഖം തിരിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്തിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അബസയിലെ 10ഓളം ആയത്തുകളാണ് അല്ലാഹു പ്രവാചകനെ തിരുത്തിയത്. അബസ വത്തവല്ല എന്ന് തുടങ്ങുന്ന ആയത്ത് നബിയോട് പറയും, പ്രവാചകനെ നീ മുഖം തിരിച്ചു കളഞ്ഞു കേട്ടോ, ആ മനുഷ്യനെ നീ അവഗണിച്ചു കേട്ടോ, അത് തെറ്റാണ്. പ്രവാചകൻ അല്ലാഹു തിരുത്തി കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തരത്തിലും കണ്ണ് കാണാത്ത ഉമ്മു മക്തൂമിന് അറിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചോ ഇല്ലേ എന്ന്. പക്ഷേ അള്ളാഹു അവിടെ തിരുത്തുന്ന, അള്ളാഹു ഇത് കാണുന്നുണ്ട്. ആ വലിയ മഹാന്മാരെക്കാളും സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരികയാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ആ ഒരു ആളുകളുടെ മുഖത്തേക്കുള്ള നമ്മുടെ ഒരു പ്രസന്നമായ ആ ഒരു മുഖത്തോടുള്ള, പുഞ്ചിരിയോടുള്ള മുഖത്തോടുള്ള ഒരു സമീപനം ഇസ്ലാം എത്രമാത്രം ഗൗരവം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആളുകളെ ചില ചെറിയ സംഭവങ്ങൾ ആളുകളോട് നമ്മൾ ഇടപെടുമ്പോൾ അത് അവർക്ക് വലിയ സന്തോഷം നൽകും. നമ്മൾ ഈ പാലിയേറ്റീവിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. അതിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾക്ക് ജീവിതത്തിൽ ആ പോസ്റ്ററിൽ കാണും, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല സാധനങ്ങൾക്കും വളരെ വലിയ വിലയായിരിക്കും. നമ്മൾ പല സ്വപ്നങ്ങൾ കാണുന്ന, ആഗ്രഹിക്കുന്ന സാധനങ്ങൾക്ക് ഒരുപാട് വില ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കി ആളുകളെ സംതൃപ്തിപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ അത് സൗജന്യമാണ് എന്ന് പറയുന്നുണ്ട് ആ പോസ്റ്ററിൽ. എന്നിട്ട് പറയുന്നുണ്ട്, അതിലൊന്ന് സ്നേഹം, രണ്ടാമത്തത് ചിരി, മൂന്നാമത്തത് നല്ല വാക്ക്, നാലാമത്തത് നല്ല ബന്ധം. എന്നിട്ട് പറയുന്നുണ്ട്, കൂട്ടിരിക്കാം നമുക്ക് കൂട്ടരില്ലാത്തവർക്ക്. ആളുകൾക്ക് ഏറ്റവും വേണ്ടത് നല്ല രൂപത്തിലുള്ള സ്നേഹമാണ്, നല്ല രൂപത്തിലുള്ള പുഞ്ചിരിയാണ് കിട്ടേണ്ടത്, നല്ല രൂപത്തിലുള്ള വാക്കുകളായിരിക്കണം, നല്ല രൂപത്തിൽ അവരോടുള്ള സഹവാസം, ഇടപെടലുകളായിരിക്കണം. അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ, ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യത്തിൽ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ സംതൃപ്തി എന്താണ്? രാത്രി കിടക്കുമ്പോൾ നമ്മൾ ചോദിക്കുക, എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഇന്ന് എനിക്ക് നല്ല ബന്ധം പുലർത്താൻ സാധിച്ചു, അവരുമായി പുഞ്ചിരിച്ച മുഖത്തോടു കൂടി ഞാൻ ഇന്ന് അവരുമായിട്ട് കണ്ടുമുട്ടിയോ, അതേപോലെ തന്നെ അവരും ഞാനും അതേപോലെ തന്നെ മറ്റൊന്ന് കൈ കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറേ മാറ്റങ്ങൾ ഉണ്ടാകും. എൻ്റെയും നിങ്ങളുടെയും. ഇവിടെ പറയുന്നതൊക്കെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, രണ്ടാളുകൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ, മാമിൻ മുസ്ലിമൈനി യൽതഖിയാൻ, മുസ്ലിങ്ങളായിട്ടുള്ള രണ്ടാളുകൾ കണ്ടുമുട്ടിയാൽ, വയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബല യഫ്തരി, വയതസാഫഹാനി, അവർ പരസ്പരം കൈ കൊടുക്കട്ടെ, എന്നിട്ട് പറഞ്ഞു ഇല്ലാ ഗുഫിറ ലഹുമാ ഖബല യഫ്തരി,
ആ കൈ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആര് കൈ കൊടുത്തു കഴിഞ്ഞിട്ട് എത്ര സമയമാണോ നമ്മൾ നമ്മുടെ സുഹൃത്തുമായി കൈ കൊടുത്ത് നിൽക്കുന്നത് എങ്കിൽ അത്രയും സമയം നമ്മുടെ വിചാരത്തിനും വികാരത്തിനും അടിമപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ പിന്നെ പാപങ്ങൾ അല്ലാഹു മായിച്ചു കളയുന്ന പറയുന്നത്. അതുകൊണ്ട് പരസ്പരം കാണുമ്പോൾ സലാം പറഞ്ഞിട്ട് അവരുമായി പിന്നെ യതസാഫഹാനി എന്നുള്ള പരസ്പരം കൈ കൊടുക്കുക, മുസാഫഹത്ത് നടത്തുക എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഈ സദസ്സിലേക്ക് ഇന്ന് കയറി വന്നിട്ട് എത്ര ആൾ ക്ലാസ് തുടങ്ങിയിട്ട് ഇനി എല്ലാവരും നിന്ന് കൈ കൊടുക്കണം എന്നല്ല പറഞ്ഞത്, എത്ര ആൾ പരസ്പരം കൈ കൊടുത്തിട്ടുണ്ട്? ഒരു സലാം പറഞ്ഞിട്ട് അവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു മടിയായിരിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇസ്ലാമിൽ നമ്മുടെ തുലാസ് കനം തൂങ്ങുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളോട് പുഞ്ചിരിക്കാതെ, നമ്മൾക്കൊന്ന് കൈ തരാതെ, അല്ലെങ്കിൽ നമ്മളുമായിട്ടൊന്ന് ആലിംഗനം ചെയ്യാതെ ഒരു സദസ്സിൽ അയാൾ വേറെ ആളുകൾക്കൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറി നിൽക്കുമ്പോൾ അവിടെ നമ്മൾ അവഗണിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസമുണ്ട്. നമ്മളിപ്പോൾ ഈ യൂറോപ്യൻ വീഡിയോകളിലൊക്കെ കാണാം, കറുത്ത വർഗ്ഗക്കാർ അവരിങ്ങനെ റോഡ് സൈഡിൽ കൈ കാണിച്ചു കൊടുക്കും. ചില കറുത്ത വർഗ്ഗക്കാർ, ചില ആളുകൾ കൈ കൊടുക്കുമ്പോൾ അവർ ഹഗ് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കും. അവർക്ക് കിട്ടേണ്ടത് എന്താണ്? ആ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ ആ കൈ കൊടുക്കണം, അവർക്കൊരു ഷെയ്ക്കൻഡ് മതി, പരിഗണന. നമ്മൾ എത്ര ആൾക്ക് കൊടുക്കാറുണ്ട്? പലപ്പോഴും ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല ഒരു പിന്നെ ഈ പെരുമാറ്റ മര്യാദകൾ ഫുള്ള് ഫോളോ ചെയ്തിരുന്ന ആരാന്ന് ചോദിച്ചാൽ യൂറോപ്യന്മാരാണ്, വെസ്റ്റേൺ പിന്നെ രാജ്യങ്ങളാണ്. നമ്മളൊക്കെ എപ്പോഴും ഒരു തുമ്മിയാൽ ഭയങ്കര രസമുണ്ട്. പലപ്പോഴും തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് 4 ആൾ അടിയെന്ന് പറയാൻ മടിയില്ല, എത്ര ആളുണ്ടെന്ന്. കണ്ടാൽ സലാം പറയാതെ 4-5 പിന്നെ നമ്മളെ മുസ്ലിംസ് അല്ലാത്ത ആളുകൾ ഇരിക്കുന്നിടത്ത് കയറിയിട്ട് അവിടുന്ന് നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു അഭിവാദ്യം പറയാം. വെറും ഗുഡ് മോർണിംഗിൽ പോകുന്ന ആളുകളുണ്ട്, നമ്മളെ ആളുകൾ. നമ്മുടെ തൗഹീദ് പഠിച്ച ഇസ്ലാഹി സെൻറ്ററിൽ പഠിച്ച അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏത് പ്രസ്ഥാനത്തിൻ്റെ ആയിക്കോട്ടെ, മുസ്ലിങ്ങൾ പരസ്പരം കാണുമ്പോൾ സലാം പറയേണ്ടത് 4 നോൺ മുസ്ലിമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസിലുണ്ടെങ്കിൽ മിണ്ടാതെ ഗുഡ് മോർണിംഗ് പറഞ്ഞു പോകുന്ന ആളുകളാണ്. നമ്മൾ തിരുത്തലുകൾ സ്വയം ചോദിക്കേണ്ടതാണ്. അവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? നല്ലൊരു പ്രാർത്ഥന മറ്റുള്ളവർക്ക് നൽകാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അതൊക്കെ നമ്മൾ ചെയ്യാതെയാവുമ്പോൾ, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ ബന്ധത്തിലൊക്കെ നമ്മൾ ചെയ്യാതെയാവുമ്പോൾ അവർ ഒരു തരം അവഗണിക്കപ്പെടൽ, പാർശ്വവൽക്കരിക്കൽ നടക്കും എന്നുള്ളത്. അത് ഏറ്റവും കൂടുതൽ ഒരു മനഃശാസ്ത്രപരമായ ഒരു ഏരിയയാണ്. ആ ഭാഗത്ത് വേറെ ക്ലാസ് എടുക്കാൻ കഴിയുന്ന ആളുകൾ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആദ്യത്തെ നമ്മളോട് ചോദിക്കേണ്ട ഇതാണ്, നമ്മൾ പുഞ്ചിരിക്കാറുണ്ടോ? നമ്മൾ കണ്ടുമുട്ടുമ്പോൾ സലാം പറയാറുണ്ടോ? കൈ കൊടുക്കാറുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ പ്രാധാന്യം എത്രയാണെന്നുള്ളത്. രണ്ടാമത്തത് നമസ്കാരത്തെപ്പറ്റി നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. ഒരുപാട് കേട്ടതായിരിക്കാം. ഇന്ന് രാവിലെ മുതൽ ഈ യശസ്വല വരെ ഞാനും നിങ്ങളും എത്ര ജമാഅത്തിൽ നമ്മൾ പങ്കെടുത്തു? ബിസിനസ്സിൻ്റെ തിരക്ക് കൊണ്ടാണ് നമ്മൾ ജമാഅത്ത് മാറ്റി വെച്ചത് എങ്കിൽ ആലോചിച്ച് നോക്കും. ജോലി തിരക്ക് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജമാഅത്തിൽ പങ്കെടുക്കാത്തത്, അതാ പുറത്തെ ഹ്യൂമിഡിറ്റി ചൂട് കൊണ്ടാണ്. ഈ 49 ഡിഗ്രിയുടെ ഒരു മൾട്ടിപ്പിൾ ചെയ്ത് 70 ഇട്ടോക്കാണ്, അത്രയാണ് നരകത്തിലെ ചൂട്. പലപ്പോഴും ചിലതൊക്കെ നമ്മൾ നിസ്സാരവൽക്കരിക്കുക. സുബൈ ജമാഅത്ത് അത് എപ്പോഴാണ്? ഇപ്പോൾ അതിൻ്റെ ഫജ്ർ എന്ന് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിൽ എപ്പോഴാണ് കള ആവര്? നമ്മൾ 5:15 കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ കളയായിട്ടുണ്ടാവും. ഇസ്ലാമിൽ എപ്പോഴാണ് ഒരു കള വീട്ടാനുള്ളൊരു ഇത് കൊടുത്തിട്ടുള്ളത്? ഇരിക്കുന്ന ആളുകൾക്ക് അറിയാലോ പലപ്പോഴും. ഏത് സമയത്താണ്? യുദ്ധവേളയിൽ ഒന്ന്. പിന്നെ പിന്നെ ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നൊരു സംഭവം. പിന്നെ ഉഹുദ് ബദർ ഈ യുദ്ധത്തിൻ്റെ അതിൽ ബദറിൻ്റെ രണാങ്കളത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരു അസറിൻ്റെ സമയം വൈകിയപ്പോൾ പിന്നെ യുദ്ധം കുറച്ചിങ്ങനെ നിർത്തേണ്ട സമയം ഉണ്ടല്ലോ, മാറി മാറി നിൽക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു ഓടിപ്പോയിട്ട് നബിയോട് പരാതി പറയുന്നുണ്ട്. നബിയെ ഒരു വല്ലാത്തൊരു പ്രയാസം എന്താ വെച്ചാൽ ഞാൻ അസർ ടൈം കഴിഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, വല്ലാഹി ഞാനും മറന്നു പോയിട്ടുണ്ട്. മറന്നാണ് ആ യുദ്ധമുഖത്ത് യുദ്ധരണാങ്കളത്തിൽ നിൽക്കുമ്പോഴാണ് അവരത് മറന്നുപോയത്. അപ്പം നബി പറഞ്ഞു, നമ്മളിപ്പോൾ നമസ്കരിച്ചാൽ മതി. അവർ നിസ്കരിച്ചു.
നമ്മൾ കളാവിട്ടൽ യുദ്ധമുഖത്ത് നിന്നിട്ട് മറന്നതുകൊണ്ടാണ്. ഞാനും നിങ്ങളും എന്നെ പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എന്നതോടെ ചോദിക്കുന്നത്. രാവിലെ 6 മണിക്ക് നിസ്കരിക്കുന്ന എത്ര ആളുണ്ട് ഇവിടെ? ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനും നിങ്ങളും ഒരു വിചിന്തനത്തിന് വിധേയമാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊക്കെ എന്താ പറയുക, ഒരു പിശാച് രാത്രി കിടക്കുമ്പോൾ 3 കെട്ട് കെട്ടും, അതെപ്പോഴാണ് കഴിക്കുക എന്നൊക്കെ നമുക്കറിയാം. സുബൈയുടെ ബാങ്ക് കേൾക്കുമ്പോൾ എണീക്കുമ്പോൾ വിരിപ്പിന്ന് അൽഹംദുലില്ലാഹി അങ്ങനെ ബാധമാമാത്തനല്ല പ്രാർത്ഥന കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷം ഈ കാമത്ത് കൊടുത്ത് തെക്കുബീർ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ഓരോ കട്ടായിരിക്കും. നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പിശാച് എന്തെങ്കിലും വലിയ പിശാചാണല്ലോ ഈ കടന്നു പോകുന്നത്. അത്രമാത്രം നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ചോദിക്കുക, ഇന്ന് എൻ്റെ നിസ്കാരങ്ങൾ കൃത്യമാണ്, എൻ്റെ കുടുംബവുമായിട്ട് ഇനിയിപ്പോൾ പുറത്ത് പോകാൻ നമുക്ക് കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ, വീട്ടിൽ ചിലപ്പോൾ ഇനി ചൂടും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. നമ്മൾ വീട്ടിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കണം. അല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്ക് മകനൊരു റൂമിൽ, വാപ്പർ റൂമിൽ, ഉമ്മർ റൂമിൽ അങ്ങനെയാണ് നിസ്കരിക്കാറ്. അല്ല, റൂമിൽ 4-5-6 ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഓരോ സമയത്താണ് നിസ്കരിക്കാറ്. അവിടെ ഒരു ജമാഅത്ത് നടത്താൻ നമ്മൾക്ക് സാധിക്കാറുണ്ട്. സുബൈക്ക് ഞാൻ എണീക്കുമ്പോൾ ഏറ്റവും നല്ലൊരു സുഹൃത്തി എന്ന് പറയുന്നത് തൊട്ടടുത്ത ബഡ്ഡി കിടക്കണമെന്ന് വിളിച്ചെണീപ്പിക്കലാണ്. ഞാനടക്കം നിങ്ങളും പലപ്പോഴും ചെയ്യാൻ വിട്ടുപോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം കൊണ്ടാണോ മടി കൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് സുബഹി ജമാഅത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ കൂലി ഒരു രാത്രി നിന്ന് നമസ്കരിച്ചവൻ്റെ കൂലി എന്നാണ്. ജമാഅത്തിൽ പങ്കെടുത്തവൻ്റെ കൂലി പറയുന്നത് നിസ്ഫുൽ ലൈല്, ഒരു രാത്രിയുടെ പകുതി നിന്ന് നമസ്കരിച്ചവൻ്റെ കൂലി. ഇതൊക്കെ നമ്മൾക്ക് വേണ്ട. നമ്മൾ ഈ പരലോകത്ത് തുലാസ് കനന്തൂങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെറും ഫറദ് കൊണ്ട് പോകണം. ഇപ്പോഴത്തെ പിന്നെ ഒരു മുസ്ലിയാരുടെ ഒരു ഇത് കേട്ടല്ലോ, ഫറദ് എന്ന് പറയുന്നത് ചോറാണ്. മൂപ്പര് എല്ലാവരും ഒരു കോമഡി ആയിട്ടാണ് അവതരിപ്പിച്ചത് എങ്കിലും എന്നിട്ട് പറയുന്നുണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉപ്പേരി, ഒരു പൊരിച്ചത്, പിന്നെ തസ്ബീയും തഹ്മീദും തഹ്ലീലിനൊക്കെ പറയുന്നുണ്ട്. മൂപ്പരുണ്ട് അച്ചാറുണ്ട്, പിന്നെ അവിയലാണിത്, പിന്നെ ഒരു പപ്പടവും കൂടിയും കൂട്ടിയാൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് മൂപ്പര് ഇതുപോലെ നിസ്കാരം. ഫറദ് നിസ്കാരം എന്നുള്ള ചോറ്, അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതിൽ സുന്നത്ത് നിസ്കാരം ഇപ്പോൾ ദുഹൂറാണെങ്കിൽ മുമ്പും പിമ്പും, അതിന് ശേഷം നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രാർത്ഥനകൾ, ഇതൊക്കെ കൂടുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ ഭംഗിയാണ്. അയാൾ തമാശ രൂപത്തിൽ അവതരിപ്പിച്ചാലും നമ്മളൊക്കെ പലപ്പോഴും നിസ്കാരം കഴിഞ്ഞിട്ട് ഓടുകയായിരിക്കും. തിരക്കുണ്ടായിരിക്കാം, നല്ല തിരക്കുണ്ടാവില്ല നമുക്കൊക്കെ, എനിക്കും നിങ്ങൾക്കും. പക്ഷേ അള്ളാഹു നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങളും, പള്ളിയിൽ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ, ഫുൾ ടൈം പള്ളിയിൽ ഇരിക്കണം എന്നല്ല പറഞ്ഞത്, പക്ഷെ കുറച്ച് പ്രാർത്ഥിക്കാൻ, സുന്നത്ത് നിസ്കരിക്കാനൊക്കെ സമയം കണ്ടെത്താറുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഞാൻ എന്നോട് ചോദിക്കുക, നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ കുടുംബം മാറും, നമ്മുടെ സമൂഹം മാറും. എല്ലാവരും ഇത് ഒരു കണ്ടിന്യൂ പ്രോസസ്സായിട്ട് ഇത് നമ്മളിങ്ങനെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുമ്പോൾ നമുക്ക് സെൽഫ് ചേഞ്ച് വരും. സ്വയം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മളെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇവാലുവേറ്റ് ചെയ്താണ്. ഇപ്പോൾ സാന്ദർഭികമായിട്ട് മാത്രമല്ല, സ്കൂളിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അധ്യാപകരായിട്ടുള്ള ഒരു കാര്യം ഈ CCE എന്ന് പറയുന്നൊരു കാര്യമാണ്. അതിൽ CCEയിൽ എപ്പോഴും പറയുന്നത് കണ്ടിന്യൂയിങ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഒരു കുട്ടിയെ നിരന്തരമായിട്ട് ഇവാലുവേറ്റ് ചെയ്താലാണ് ആ കുട്ടിയിൽ മാറ്റം വരിക എന്നുള്ളത്. പിന്നെ ടേം ഇവാലുവേഷൻ, ഇപ്പോൾ പണ്ട് നമ്മളൊക്കെ പഠിച്ചത് കാക്കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ, കൊല്ല പരീക്ഷയാണ്. അപ്പോൾ അതിലിപ്പോൾ ആ കുട്ടിയുടെ ഫുള്ള് പിന്നെ അവൻ്റെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ഇവർ പറയുന്നത് ഈ കണ്ടിന്യൂയിങ് ഇവാലുവേഷൻ നടത്തേണ്ടത് ഓരോ സമയം കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടി സ്കൂളിലെ ആളുകളുമായിട്ടുള്ള ഡീലിങ്, കുട്ടി പിന്നെ എല്ലാ ആളുകൾക്കും നേരത്തെ പറഞ്ഞ പോലെ കൈ കൊടുക്കുന്നുണ്ടോ, ഷെയ്ക്കൻഡ് കൊടുക്കുന്നുണ്ടോ, വിഷ് ചെയ്യുന്നുണ്ടോ, അവന് ലഞ്ച് പിന്നെ കഴിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ലഞ്ച് കഴിക്കുന്നുണ്ടോ, വേസ്റ്റ് പിന്നെ എൻവിയോൺമെൻറ്റ് പ്രോബ്ലം അവന് മനസ്സിലാക്കണം, കൃത്യമായി വേസ്റ്റ് ബോക്സിലാണ് ഇടുന്നത്. അതേപോലെ തന്നെ ബസ്സിലേക്ക് കയറുമ്പോൾ ലൈന് ക്യൂ പാലിച്ചിട്ടാണോ, അതേപോലെ തന്നെ ഓരോ ഭാഗത്തും പിന്നെ റോഡിൻ്റെ നിയമങ്ങൾ അവൻ പാലിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു അധ്യാപനം ശ്രദ്ധിക്കണം. പക്ഷെ അത് എല്ലായിടത്തും നടക്കില്ല. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു CC നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു കണ്ടിന്യൂയും പിന്നെ ഈ ഒരു കോംപ്രിഹെൻസീവ് വാല്യൂഷൻ നമ്മുടെ ഇസ്ലാമികമായിട്ടും ഡെയിലി ജീവിതത്തിൽ നമ്മളൊന്ന് നോക്കിയാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇപ്പോൾ നോ ആണ് എങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല.
നമ്മളൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ അതിൽ പെർഫെക്റ്റ് ഓക്കെയാണ്, ഞാനും അല്ല നിങ്ങളും അല്ല. അങ്ങനെയാണ് എങ്കിലും നമ്മൾ ഒരു പിന്നെ ഉത്ബോധനം കേട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം വന്നൊരു മാറ്റത്തിന് അല്ലെങ്കിൽ പരിവർത്തനത്തിന് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരമായിട്ട് കാണാനുള്ളത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഈ ഖുർആൻ എന്ന് പറയുന്നത് ഒരു അള്ളാഹു ഇറക്കി കൊടുത്ത വേദഗ്രന്ഥമായതുകൊണ്ട് ഈ ഒരു വേദഗ്രന്ഥവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ ഇടപെടലുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. ലോകമേറെ ചർച്ച ചെയ്യപ്പെടുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ എൻ്റെ ഡെയിലി ലൈഫായിട്ട് എങ്ങനെയാണ്? വീണ്ടും ഒരു ചോദ്യം എന്നോട്, ഇന്ന് ഖുർആനിൽ 5 ആയത്ത് ഓതി എത്ര ആൾ കൈ വെക്കുന്നുണ്ട്? സ്വന്തം മനസ്സിനോടും ചോദിച്ചു. രാവിലെ മുതൽ സുബൈ 4:15 എണീറ്റ് കഴിഞ്ഞാൽ ഇനി 4:45 ജമാഅത്ത് കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ ഒരു 5 ആയത്ത് ഞാൻ ഓതിയിട്ടുണ്ട്. അതിനുള്ള സമയം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടോ? എൻ്റെ ഈ മൊബൈലിലെ സ്ക്രീൻ ടൈമിൽ ഞാൻ എത്ര എൻ്റെ വിരലോടിച്ചിട്ടുണ്ട്? എന്നൊക്കെ ഇങ്ങനെ കമ്പാരിസൺ നടത്തുന്നുണ്ട്. ഈ ഞാൻ നാളെ അള്ളാൻ്റെ കോടതിയിൽ പരലോകത്ത് നിൽക്കുമ്പോൾ ആരാരുമില്ലാത്ത ശുപാർശക്കൊരു മനുഷ്യനില്ലാത്ത സ്ഥലത്ത് പരിശുദ്ധ ഖുർആനാണ് നമ്മൾക്ക് ശുപാർശ ചെയ്യുന്നത്. നമ്മളറിയാത്ത ഒരാൾക്ക്, അള്ളാഹുവിനെ നമ്മളറിയാം, ഒരു എക്സാമ്പിൾ, നമ്മളറിയാത്ത ഒരാൾക്ക് ഒരു കമ്പനിയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യണത് ആരായിരിക്കും ശുപാർശ ചെയ്യുന്നത്? ആ വ്യക്തിനെ വേറെ, അതായത് എൻ്റെ കമ്പനിക്ക് ഞാൻ ഒരാൾ എടുക്കുമ്പോൾ ചിലപ്പോൾ യൂസുഫ്ക്ക് മറ്റാളും നല്ല അറിയണം, മറ്റാൾ എടുക്കുമ്പോൾ അപ്പോൾ യൂസുഫ്ക്കേ പറയാം അയാൾ നല്ലവനാണ്, ഓക്കെയാണ്, എടുത്തോന്ന്. അങ്ങനെ എടുക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനെ നമുക്ക് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഖുർആനുമായിട്ട് ബന്ധപ്പെടണ്ടേ? ഈ പരിശുദ്ധ ഖുർആനിൽ പഠിക്കുന്ന ക്ലാസ്സിൽ നമ്മൾ വരണ്ടേ? ഈ പരിശുദ്ധ ഖുർആന്റെ വെളിച്ചം പദ്ധതിയിൽ പുസ്തകത്തിന്റെ മൊഡ്യൂൾ വാങ്ങി വീട്ടിൽ പൊടി പിടിച്ച് കിടക്കണ എത്ര ആളുണ്ട് അറിയോ? തുറന്നില്ല ചർച്ചയാണ്. 10 രൂപക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് വെളിച്ചം എഴുതുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷനാണ്. പരീക്ഷ എഴുതുക. സഹോദരന്മാരെ, സംഘടനയ്ക്ക് വേണ്ടി ഇസ്ലാഹി സെന്ററിന്റെ റേഷ്യോ കൂട്ടാനല്ല പറഞ്ഞത്. നാളെ അള്ളാന്റെ മുമ്പിൽ കോടതിയിൽ, മഹ്ശറ എന്ന കോടതിയിൽ അള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളെ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ വേണം. ഖുർആനാണ് നമ്മളെ ശുപാർശകൻ. ഇരിക്കുന്ന എത്ര ആൾ ചെയ്യാറുണ്ട്? ഞാനടക്കം, ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കും. പലപ്പോഴും സന്തോഷം തോന്നുന്ന ചില ആളുകൾ ഡെയിലി ഖുർആൻ ഓതുന്ന ആളുടെ ഖുർആൻ കണ്ടറിയാം ആ ഒരു ഭാഗത്തെ കളറ് പോയിട്ടുണ്ട്. ഈ സെൻട്രൽ ഖുർആൻ ക്ലാസ്സിന് വരുന്ന ചില ആളുകളുടെ ഖുർആൻ അങ്ങനെ ഉണ്ട്. മൊബൈൽ യൂസിനെ കുറ്റപ്പെടുത്താൻ എല്ലാവരും ഓതുന്നുണ്ട്, അതല്ല പറയുന്നത്. സ്ഥിരം ഒരു ഖുർആൻ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, പോക്കറ്റിൽ ഖുർആൻ ഇട്ട് നടക്കുന്ന ആളുകളുണ്ട്, ഖുർആൻ മൊബൈലിൽ ആപ്പിൽ ഇരുന്ന് ഓതുന്ന ആളുകളുണ്ട്, വണ്ടിയിൽ കേട്ടിട്ട് ഡ്രൈവ് ചെയ്യും അതിൻ്റെ കൂടെ ഓതുന്ന ആളുകളുണ്ട്. അങ്ങനെ ഞാനും നിങ്ങൾ ഇന്നൊന്ന് ആലോചിച്ച് നോക്കുക. രാവിലെ മുതൽ ഈ സമയം വരെ എത്ര ആയത്ത് ഓതി? എത്ര സമയം നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്? എത്ര നമ്മൾ ഫേസ്ബുക്കിൽ നോക്കിയിട്ടുണ്ട്? എത്ര സമയം നമ്മൾ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയിരുന്നിട്ടുണ്ട്? 5 ആയത്ത് നാളെ മരണപ്പെട്ടിട്ട് നമ്മൾക്ക് ശുപാർശൻ്റെ ഖുർആനുമായിട്ട് എന്തിടപാടാണ് നമ്മൾ നടത്തിയത്? സ്വയം ചോദിക്കുക. ഞാനും നിങ്ങളും സഹോദരന്മാരും സഹോദരികളും ഖുർആനുമായിട്ടുള്ള ഖുർആൻ ഒരു അറഫ് ഓതിയാൽ എല്ലാവരും കേട്ടതാണ്, കൂലിയുണ്ട്. അലിഫിന് അറഫാണ്, ലാമിന് അറഫാണ്, മീമിന് അറഫാണ്. ഈ 3 അറഫിനും അതിൻ്റെ കൂലിയില്ല, കൂലി ഇരട്ടിക്കുന്ന പറഞ്ഞു. അങ്ങനെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എത്ര ഹർഫുകൾ വന്നു. നമ്മൾ പലപ്പോഴും QLSൻ്റെ കാര്യം പറയുമ്പോൾ രാവിലെ എനിക്ക് ചിലപ്പോൾ ഒരു ഇടങ്ങേറുണ്ടായി. പിന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ചില ആളുകൾ കണ്ടാൽ റീപ്ലൈ ചെയ്യില്ല. ഞാൻ ചിലപ്പോൾ ആലോചിച്ചു, ഈ ചങ്ങായിമാർക്ക് എന്നോട് വെറുപ്പുണ്ടോ? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകും. ഇനിയിപ്പോൾ വെറുപ്പുണ്ടെങ്കിൽ എനിക്ക് വിഷമല്ല കേട്ടോ, ഞാൻ അങ്ങനത്തെ ടീച്ചറാണ്. കാരണം QLS നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തണം. ഖുർആൻ ഇസ്ലാഹി സെൻറ്ററിൽ നടക്കുന്നുണ്ട്, നിങ്ങൾ വരി, അവിടെ പഠിക്കും, വേണമെങ്കിൽ വേണമെങ്കിൽ പഠിച്ചാൽ നാളെ ഞാൻ നിങ്ങളെ സഹായിക്കുക. ഞാൻ നഫ്സി എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടാവും, ഞാനും എൻ്റെ അമലുകളും. ആ സമയത്ത് ഖുർആൻ കൂടെ നിൽക്കണമെങ്കിൽ ഖുർആനെ ഒന്ന് ചേർത്ത് പിടിക്കണം. തിരക്കുണ്ടാവാം, ഉറക്കക്ഷീണം ഉണ്ടാവാം, ആകെ ഒരു വീക്കെൻഡായിരിക്കും. ഈ വീക്കെൻഡൊക്കെ നമുക്ക് പരലോകത്ത് നല്ല രൂപത്തിൽ നമ്മൾക്ക് ചെലവഴിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ പരിശുദ്ധ ഖുർആനെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള ഏറ്റവും വലിയ സന്തത സഹചാരിയാക്കിയിട്ട് മാറ്റും. ആരാരുമില്ലാത്ത ആ പരലോകത്ത് നമ്മൾക്ക് ശുപാർശ ചെയ്യ ഖുർആൻ മാത്രമാണ്. പിന്നെ നമ്മളെ അമലുകൾ
അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് ഉള്ള ചോദ്യങ്ങൾ നമ്മൾ സ്വയം ഞാനും നിങ്ങൾ ചോദിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറ്റുപോയിട്ടുള്ള നമ്മുടെ കുറേ ബന്ധങ്ങളുണ്ടാകും. അതൊക്കെ നമ്മൾ ഇണക്കി ചേർത്തിട്ടുണ്ടോ? നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ എത്രമാത്രം നമ്മുടെ സാന്നിധ്യം നമ്മൾ അറിയിക്കാറുണ്ട് എന്നത്. ഇന്ന് പണ്ടൊക്കെ ഈ കുടുംബ ബന്ധങ്ങൾ അറ്റുപോകുന്ന പറയുമ്പോൾ അകന്ന ബന്ധുക്കൾ, പേരനെ അകന്ന ബന്ധുക്കൾ. ഇപ്പം അതൊക്കെ മാറി. ഇപ്പോൾ ജ്യേഷ്ഠനിയന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ്, വാപ്പിയും മകനും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ഉമ്മയോട് മുണ്ടിയിട്ട് മാസങ്ങളായ ആളുകളുണ്ടാവും, വാപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ഷെയ്ക്കൻഡ് കൊടുത്ത് സലാം പറഞ്ഞിട്ട് വർഷങ്ങളായ ആളുകളുണ്ടാവും. ഇതൊക്കെ അവർക്കൊന്ന് കണ്ണടച്ച് നോക്കണം, പിന്നേക്ക് വെക്കാൻ പാടില്ല. അറ്റുപോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കുക എന്നുള്ളത് ഇസ്ലാം അങ്ങേയറ്റം പ്രാധാന്യം. അതുകൊണ്ടല്ലേ പെരുന്നാളിന് 2 വഴികളിലൂടെ പോകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഒരു വഴി കൂടി പോയി ആ വഴിത്തെ ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബന്ധം പുതുക്കും. തിരിച്ചാ വഴി കൂടി വരില്ല, അടുത്ത വഴി കൂടി മറ്റുള്ള ആളുകളെയും കൂടി കാണണം. എത്രമാത്രം സൗന്ദര്യമാണ് ഇസ്ലാമിൻ്റെ വ്യക്തിബന്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചെന്നും ചേർത്ത് പഠിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നറിയാം. കുടുംബ ബന്ധങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ പലപ്പോഴും ഈ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകാൻ എന്താണെന്നറിയും. പരസ്പരം ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ നമ്മുടെ തൊലിക്കട്ടിയുടെ പേരിൽ, അഹങ്കാരത്തിൻ്റെ പേരിൽ ഒന്ന് പോയിട്ട് സലാം പറയാൻ ഉള്ളൊരു മനസ്സില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ വേണം. തൊലിക്കട്ടി, അഹങ്കാരം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കേൾക്കുമ്പോഴാണ് എന്ത് സ്വന്തം അപ്പുറത്തുള്ള ആളുകളോട് പോയിട്ട് സലാം പറയാനുള്ള മനസ്സില്ലാതെ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലൈഫാണ് എൻ്റെ ഡെയിലി ജീവിതത്തിൽ പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. കുടുംബത്തിന് മാറ്റണം. അയൽപ്പക്കത്ത് അയൽവാസികളുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നോക്കണം. പല ആളുകളും അയൽവാസികളുമായിട്ട് മിണ്ടിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. ചെറിയ അതിർത്തി പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ടായിരിക്കാം നമ്മൾ പലപ്പോഴും മിണ്ടാതിരുന്നിട്ടുണ്ടാവും. ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടിയപ്പോൾ ചില ന്യൂസ് കണ്ടില്ല, അതിർത്തി പ്രശ്നങ്ങളുടെ ഇതൊക്കെ. ആ പ്രശ്നത്തിൽ കേസ് കൊടുത്ത ആളും ആരാണ് അങ്ങോട്ടും അവരൊക്കെ പോയി. ഒരു രാത്രി സൂര്യൻ അസ്തമിച്ച് പുലരുന്നതിൻ്റെ മുമ്പ് എല്ലാവരും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. ആരോടാണ് നമ്മൾ ഈ പിന്നെ കുശുമ്പും കുന്നായ്മയൊക്കെ കാണിച്ചിരിക്കുന്നത്? ഇന്ന് രാത്രി കടന്ന നാളെ രാവിലെ ഉണരുമെന്ന് ഉറപ്പില്ലാത്ത ഞാനും നിന്ന് ഒരുപാട് ആളുകളുണ്ടല്ലോ നമ്മളൊക്കെ ചുറ്റുപാട്. ഒരു ദിവസം ആരോടും വെറുപ്പും വിദ്വേഷമുള്ളാതെ ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തി സുഖമുള്ളതാണ്, സ്വർഗം കിട്ടുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുമ്പൊരു നമ്മളൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ അയാളുടെ കൂടെ നബി അയാൾ കടന്നു വന്നപ്പോൾ 3 പ്രാവശ്യം നബി അയാൾ സ്വർഗാവകാശിയാണ്. നിങ്ങൾക്കറിയുന്ന ചരിത്രമാണ്. അപ്പോൾ ലാസ്റ്റ് അയാളോട് ചോദിച്ചപ്പോൾ സാഹിബിമാരൊക്കെ ഇയാൾ എന്തുകൊണ്ടാണ് ഇയാൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം എന്ന് ഒരു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇയാളെ കൂടെ പോയി താമസിച്ചു. ഇയാൾ പിന്നെ മറ്റു സാഹിബിമാർ ചെയ്യുന്ന കാര്യം മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരത്തെ ഇയാൾ ചോദിച്ചു, നിങ്ങൾ വന്ന ഉദ്ദേശം എന്താ മനസ്സിലായല്ല, നിങ്ങൾ നബി 3 പ്രാവശ്യം നിങ്ങൾ സദസ്സിക്കൊന്നപ്പോൾ നിങ്ങളെ സ്വർഗാവകാശി എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെയ്യുന്നത്. പിന്നെ എനിക്കുള്ള എന്താ, എനിക്ക് ആരോടൊരു വെറുപ്പും വിദ്വേഷം, അതന്നെയാണ് നബി പറഞ്ഞത്. ഇനി ഞാനും നിങ്ങളും ഇരുന്നാലും ആരോടൊക്കെ എനിക്കും നിങ്ങൾക്കും വിദ്വേഷം വെറുപ്പുണ്ട്. എന്നിട്ട് നാളെ നമ്മൾ മരണപ്പെട്ടിട്ട് ഈ പറഞ്ഞ പ്രവാചകൻ അധ്യാപനം പഠിച്ച പ്രവാചകൻ്റെ അതൊക്കെ ഒരുമിച്ച് കൂടുന്ന ആ ഒരു മത്സര സദസ്സിൽ നമ്മളൊരു ചോദ്യം ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത ചോദ്യം ചെയ്യണം. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ജീവിതം, നല്ലൊരു സുഖത്തോടു കൂടിയിട്ടുള്ള മരണമായിരിക്കണം നമ്മൾ സൂറത്ത് നാസിയാത്തി പറയുന്നുണ്ട്, നാശിതാത്തിനിഷ്ട. അങ്ങനെയുള്ളൊരു മരണമാണ് ആഗ്രഹിക്കുക. അതിൻ്റെ മുമ്പ് പറയും നാസിയാത്തി ഓർക്ക എന്ന് പറയുന്നത്. എന്താണ് വന്നാശിത്താത്തിന് ഇഷ്ടം എന്ന് പറയുന്നത്? നമ്മുടെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് അള്ളാഹു പിടിച്ചിട്ട് ഒരു മരത്തിലൊരു മൃഗത്തെ കെട്ടിയിട്ട് ആ മൃഗത്തെ അഴിച്ചുവിടുന്ന അത്ര സ്മൂത്തായിട്ടായിരിക്കും അള്ളാഹു നമ്മുടെ ജീവനിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ആത്മാവിനെ പിടിച്ചെടുക്കുക. അങ്ങനെയുള്ള വന്നാശിത്താത്തി നെഷ്ടൻ ആസ്വദിച്ച് മരിക്കണമെങ്കിൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല.
ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത്. അപ്പോൾ ഇങ്ങനെ സുന്ദരമായിട്ടുള്ളൊരു മരണം എനിക്കും നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നമ്മൾ അതിൽ സൂക്ഷ്മത പാലിക്കുക. നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ നമ്മളോട് സെൽഫായിട്ട് ചോദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ കുടുംബ ബന്ധം എന്ന് പറഞ്ഞതും അതേപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ ഓഫീസ് സ്റ്റാഫുകളുടെ ഇടയിലും നമ്മൾ എവിടെയൊക്കെയാണോ നമ്മുടെ ജീവിത വ്യവഹാരങ്ങൾ നടത്തുന്നത് അവിടെ ആ ഇടങ്ങളിലൊക്കെ നല്ല വ്യക്തിബന്ധം, പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃബന്ധം, മക്കളുമായിട്ടൊക്കെ ഉള്ള ബന്ധം, അത് നമ്മൾ നല്ല രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു ഭാഗം പിന്നെ നമുക്കറിയുന്നത് കൊണ്ട് ആ ഭാഗത്തൊന്നും എല്ലാം സ്കിപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് നമ്മൾ ഒരു ബന്ധങ്ങൾ കൂട്ടിയെടുക്കും. പ്രത്യേകിച്ച് വിനയം നമ്മളിൽ ഉണ്ടാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളെ വല്ലാതെ മാനസികമായിട്ട് നമ്മൾ മനസ്സിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ വിനയമാണ് പ്രവാചകൻ അങ്ങേയറ്റം പുറത്തു കൊടുക്കാനുള്ള മനസ്സ് വന്നത്. പ്രവാചകൻ അങ്ങേയറ്റം വിഷമിപ്പിച്ച ജീവിതത്തിൻ്റെ ആദ്യത്തിൻ്റെ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രവാചകൻ സഹിച്ചും ത്യജിച്ചും ഒക്കെ പിന്നെ നാടുവണ്ടിയൊക്കെ വന്ന ആളുകൾക്കൊക്കെ നബി പുറത്തു കൊടുത്തു. അതായത് ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിലിട്ട ആളുകൾ എന്നും ഡെയിലി നടന്നു പോകുന്ന വഴിയിൽ നിന്ന് പിന്നെ എല്ലാ ചപ്പുചവറും നബിയുടെ തലയിലേക്ക് ഇട്ട ഒരു പെൺകുട്ടി. ഇതൊക്കെ ആ ഇസ്ലാമിക സാമ്രാജ്യം പ്രവാചകന്റെ കാൽ കീഴിൽ വന്നപ്പോൾ പ്രവാചകൻ എന്തും ചെയ്യായിരുന്നു. പക്ഷെ നബി അന്ത് മുത്തുലക്ക, നിങ്ങൾ പോയിക്കോളി, നിങ്ങളൊക്കെ ഒന്ന് സ്വതന്ത്രനാണ്, എനിക്ക് നിങ്ങളോട് ഒരു പ്രശ്നമല്ല വിഷമമല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ്റെ പാത സുന്നത്തി പിൻപറ്റുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പഠിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും നമ്മളോട് തന്നെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മളോട് ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നില്ല എങ്കിൽ പിന്നെ ഉള്ളത് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുക എന്നുള്ളതാണ് അതിനൊരു ഓപ്ഷൻ എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്നില്ല എങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്നിലുള്ള തെറ്റുകുറ്റങ്ങളെ നസീഹത്തോടുള്ള ചോദ്യങ്ങളാണുള്ളത്. നസീഹത്തോടു കൂടി നമ്മളെ സുഹൃത്തിനോട് ചോദിക്കുക. ഇന്ന് മഗ്‌രിബിക്ക് തന്നെ ജമാഅത്തിന് കണ്ടില്ല, തിരക്കായിരുന്നു, അങ്ങനെ ചോദിക്കണം. അല്ല എവിടെയായിരുന്നു, മഗ്‌രിബിക്കൊന്നും ഇപ്പോൾ കാണലില്ല, എന്താ പണി, അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു ഞാൻ വരൂല. നേരെ മറിച്ച് ഒരു റിക്വസ്റ്റ് ഉണ്ടല്ലേ നമുക്കൊക്കെ, ആ ഒരു റിക്വസ്റ്റ് അത് ആ ഭാഗത്ത് പറയാം. അത്രമാത്രം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോട് നസീഹത്തോട് ചോദിക്കുക എന്നുള്ളതാണ്. അതിലൊരു നസീഹത്ത് ഉണ്ട്. അദ്ദീനു നസീഹ എന്നാണ് പറഞ്ഞത്. ദീനി എന്ന് പറയുന്നത് തന്നെ നസീഹ എന്നുള്ളതിൻ്റെ അതിൻ്റെ ടെർമിനോളജി എടുത്ത് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എടുത്ത കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ചാടിക്കുരച്ച് ചൂടായി ഒച്ചയും പാടിട്ടിട്ടല്ല, ശാന്തമായിട്ട് ആളുകളുടെ പിന്നെ അവരുടെ മുഖഭാവം അവരുടെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള പെരുമാറ്റം. അതാണ് അദ്ദീനു നസീഹ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നന്മയോട് കൂടിയിട്ടുള്ള ഉപദേശങ്ങളായിരിക്കണം എന്നുള്ളത്. അത് അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യങ്ങൾ ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം സദസ്സിൽ കയറി വന്നാൽ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സദസ്സിലെ ആളുകളോട് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യമുണ്ട്. ഒരു ഉദാഹരണത്തിൽ നബി ഒരിക്കൽ സദസ്സിൽ കയറി വന്നിട്ട് എല്ലാവരും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ആളുകളും സ്വർഗ്ഗം ഭൂമിയിൽ നിന്ന് വാഗ്ദാനം നൽകിയ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ നബി ചോദിക്കാറുണ്ട്, ഇന്നാരൊക്കെ സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട് ഒരു തിങ്കളാഴ്ച ദിവസം? സദസ്സിലൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈവയ്ക്കും. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്ന് ആരൊക്കെ ഒരു രോഗിയെ സന്ദർശിച്ചു? അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈവയ്ക്കും. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിച്ചു? അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈവയ്ക്കും. അതൊരു നസീഹത്താണ്. അല്ലെ നബി അവിടെ കയ്യിൽ നിന്നിട്ട് നിങ്ങളാരും ഒരു മയ്യത്ത് സ്കെച്ചിട്ട് പോയില്ലല്ലേ, ഞാനവിടെ ചെന്നപ്പോൾ നിങ്ങളെ കണ്ടില്ലല്ലോ, അങ്ങനെയല്ലല്ലോ നബിയുടെ ചോദ്യം. സദസ്സിനോട് ചോദിച്ചു. ഈ മൂന്നും ചെയ്ത ആൾ അബൂബക്കർ റളിയല്ലാഹു അന്ന് കിടക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ ചോദിക്കുകയാണ്, ഞാൻ രോഗിനെ സന്ദർശിച്ചു, ഞാനൊരു മയ്യത്ത് അനുഗമിച്ചു, ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ടോ? ഇന്ന് സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട്. അത് അബൂബക്കർ റളിയല്ലാഹു ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസിഹത്തോട് ആ സദസ്സിനോട് ചോദിച്ച ചോദ്യം. അപ്പം ഞാൻ ഇവിടുന്ന് ചോദിക്കണമെങ്കിൽ ഞാനിതൊക്കെ ചെയ്യണം. അപ്പം ഞാനും നിങ്ങളും ഒരു പുനർവിചിന്തനത്തിനുള്ള ഒരു തയ്യാറാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹോദരന്മാരെ, സഹാബികളെ, സഹപ്രവർത്തകരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇസ്ലാമിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അതിൽ
ആ 3 ചോദ്യത്തിൽ ഒന്നാമത്തത് നമുക്കൊരു സുന്നത്ത് നോമ്പ് തിങ്കൾ വ്യാഴം നമ്മൾ എല്ലാവരും എടുക്കുന്നതാണ്, സുന്നത്താണ്, അതിൻ്റെ പ്രാധാന്യം. രണ്ടാമത്തെ രോഗിയെ സന്ദർശിക്കുക എന്നതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിന് പ്രാധാന്യം കൊടുത്തത്, വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തത്. നമ്മളൊക്കെ വീട്ടിൽ, കുടുംബത്തിൽ, അയൽപ്പക്കത്തൊക്കെ ഒരുപാട് രോഗികളുണ്ടാവും. നമ്മളൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ വെക്കേഷൻ ആകുമ്പോൾ അവർക്കൊന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക. നമുക്ക് 10-20 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു ദിവസമെങ്കിലും വണ്ടിയൊക്കെ എടുത്തിട്ടൊന്ന് പോവുക. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബന്ധത്തിലുള്ള ആളുകൾ, ഭാര്യയുടെ കുടുംബത്തിലുള്ള ആളുകൾ, രോഗികളായി കിടക്കുന്നവർ, ശയ്യാലംബരായിട്ടുള്ള ആളുകളെ പോയി കാണുക, പ്രാർത്ഥിക്കവർക്ക്. നേരത്തെ പറഞ്ഞ പോലെ ഈ രോഗിയെ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട കാര്യത്തിൽ പറഞ്ഞത് ഇപ്പോൾ അള്ളാഹുവിൻ്റെ ശാരീരിക പ്രാർത്ഥന, അവരുടെ തൊട്ട് തലോടും, നബി അവരുടെ കയ്യിൽ തലോടും, അവരുടെ തലയിൽ തലോടും. ആ ഒരു സ്പർശനം ഇസ്ലാം നൽകുന്ന ഒരു വല്ലാത്ത ടച്ചിങ്ങാണ്. അവരാഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു 10 വീസലുണ്ട്, നിന്ന് തിരിയാനൊഴിവില്ല, അവിടെ ഇവിടെ ഞാൻ എവിടേക്കും പോകില്ല. ഇനി അവിടെ രോഗിയുടെ ആരുമില്ല. ചിലപ്പോൾ പറഞ്ഞു ഞാനിൻ്റെ അയൽവക്കത്തൊക്കെ നല്ല ആരോഗ്യമില്ലാണ്, ആരും രോഗമില്ലാണ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇല്ലേ. ഒരു ദിവസം ഡ്രൈവിംഗ് അറിയുന്ന ആളുകളെ വണ്ടിയുടെ വളയം നമ്മളെടുക്കുക, ഓടുക. ഒരുപാട് രോഗികൾ, ഒരുപാട് കിടപ്പിൽ. ഇതിൽ എൻ്റെ പല സഹോദരങ്ങൾ പോയ ആളുകളാണ്, എനിക്കറിയാം, നമുക്കറിയാം. അതുകൊണ്ട് രോഗിയെ സന്ദർശിക്കുമ്പോൾ അത് വല്ലാത്ത നമ്മൾക്ക് നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞാനും കിടക്കും ഇതുപോലെ. എൻ്റെ ശരീരത്തിലും ക്യാൻസറിൻ്റെ കോശങ്ങൾ പെട്ടെന്ന് കയറി വരാം. ഈ അഹങ്കാരം, അഹന്തയൊക്കെ, ഈ തടിച്ച ശരീരമൊക്കെ, ഈ എല്ലാ തരത്തിലും ഓജസ്സും തേജസ്സുള്ള ശരീരമൊക്കെ ഒരു മെലിഞ്ഞൊട്ടിയ ആ രൂപത്തിലേക്ക് പോകും. ആരോടും അഹങ്കാരം, അഹന്തയൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾക്ക് രോഗിയെ സന്ദർശിക്കും. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ കാലത്ത് സഹാബിമാർ പിന്തുടരുന്നൊരു കാര്യം. അതേപോലെ തന്നെ രോഗിയെ സന്ദർശിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലത്തെ പറയട്ടെ. ഒരു ഹദീസിൽ വന്നതാണ്, മാമിൻ മുസ്ലിമിൻ മരീദൻ എന്ന് പറഞ്ഞിട്ട് ഇല്ല സ്വലഹ അലൈഹി 70,000 മലിക് മലായിക്ക് എന്ന് പറയും. 70,000, അതായത് 70,000 മലായിക്ക് എന്ന് പറഞ്ഞാൽ 70,000 മലക്കുകൾ രാവിലെ നമ്മളൊരു രോഗിയെ സന്ദർശിച്ചാൽ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. 70,000 മല. അത് ഹദീസ് പണ്ഡിതന്മാർ സംശയമായിട്ട് വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും അത് സ്വഹിയായ ഹദീസായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ഒരു രോഗിയെ സന്ദർശിച്ച് അത്രയും പുണ്യം കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അതേപോലെ മയ്യത്തിനെ അനുഗമിക്കുക. മരണപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളൊക്കെ ചെയ്യാറുള്ളത് മയ്യത്ത് കാണാൻ തിരിച്ചു വരും. തിരക്കായിരിക്കും, എന്തെങ്കിലും ഏർപ്പാടുണ്ടെങ്കിലൊക്കെ സമൂഹത്തിൽ ആരെങ്കിലും ചെയ്താൽ മതി. പക്ഷേ ആ സമൂഹത്തിൽ ആരെങ്കിലും ചെയ്താൽ മതി എന്നറിയാം, എല്ലാവരും അങ്ങനെ വിചാരിച്ചാലും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് മയ്യത്തിനെ അനുഗമിക്കും, മയ്യത്ത് കാണുക, അതേപോലത്തെ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുക, ഖബറടക്കുന്ന ഖബർസ്ഥാനിൽ പോവുക, തസ്ബീത്ത് ചെല്ലുക, അതായത് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു 3 പിടി മണ്ണ് വാരിടുക, തിരിച്ചു പോരും. ഇങ്ങനെ ഈ വിഷയം നിങ്ങൾക്ക് അറിയുന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് അല്ലാഹുവിൻ്റെ അടുത്തുനിന്ന് പറയുന്നത് ഒരു മയ്യത്തിന് ഒരു ഉഹുദ് മലയോളം പ്രതിഫലം ഉണ്ടാവുന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ നോക്കും. ഇവിടെയൊക്കെ നമ്മൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും മയ്യത്തിസ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ ചില മയ്യത്തിസ്കരിച്ച് ചിലപ്പോൾ നമ്മൾ പോവാറില്ല, ഞാൻ അടക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിവതും അങ്ങനെയുള്ളതിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ തൻ്റെ സഹാബിമാരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇസ്ലാമിൻ്റെ നസീഹത്തോടു കൂടി ഓരോ കാര്യങ്ങളും ഇതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ മാതൃക നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്ന ആളുകൾ, ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിൽ വരാത്ത കുറേ ആളുകളുണ്ട്. ചില പ്രയാസങ്ങൾ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വാഹന സൗകര്യങ്ങളില്ലാത്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ കുറേ വരാതിരുന്നപ്പോൾ ഒരു മടിയായത് കൊണ്ടായിരിക്കും. ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ അന്വേഷിക്കുക. അത് നമ്മളെ ഭാരവാഹികൾ വിളിച്ച് ചോദിക്കട്ടെ എന്നുള്ളത് മാത്രമല്ല ഉത്തരം, നമ്മളൊരു മുസ്ലിമിൻ്റെ ഉത്തരവാദിത്തം. മുമ്പ് നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളെ കാണാതെ കൊണ്ട് വിളിക്കുക. എന്ത് പറ്റി? ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസമായിരിക്കാം, രോഗമായിരിക്കാം, അപ്പോൾ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് റൂമിലിരിക്കുകയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു കാര്യത്തിൽ നമ്മൾ വിളിച്ചന്വേഷിക്കുക. അപ്പോൾ അതിലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഒരുപാട് നല്ല മാതൃക. അതായത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് നടന്നൊരു സംഭവമാണ്. ഒരു 10:10 നിർത്തിയിട്ടില്ല. ആർക്കെങ്കിലും കേട്ടിരിക്കാൻ ബോറുണ്ടെങ്കിൽ പ്രയാസം പുറത്തേക്ക് ഒരു വിഷയമല്ല. ആദ്യം അങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഈ വിഷയം ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആർക്കും എനിക്ക് പ്രയാസമല്ല, നിങ്ങൾക്ക് എണീറ്റ് പോകാം. ഞാൻ 10:10 എന്ന് പറഞ്ഞ ടൈമിൽ നിർത്തും.
അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ എന്നും ഖുതുബ കേൾക്കാൻ ഒരു മനുഷ്യൻ ഇങ്ങനെ വരും. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ കാണാതെ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മെഹ്റാബിൽ കയറിയിട്ട് ഇങ്ങനെ വെള്ളിയാഴ്ച ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ഒരു അഭാവം വല്ലാതെ ഉമർ റളിയല്ലാഹുവിന് ഫീൽ ചെയ്തപ്പോൾ ഉമർ റളിയല്ലാഹു സാഹിബിനോട് ചോദിച്ചപ്പോൾ എന്താ ഇന്നയാളെ കാണാനൊന്നുമില്ല. അപ്പോൾ അമീർ നിങ്ങൾ അറിഞ്ഞില്ലേ, പുള്ളി ഇപ്പോൾ ഇതൊക്കെ വിട്ട് മദ്യപാനിയായിക്കണു, ഇപ്പോൾ ഇതിനൊക്കെ മാറി നിന്നിട്ടുണ്ട്, നമ്മളെ കൂട്ടത്തിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കി, നമ്മളിപ്പോൾ മൂപ്പരായിട്ടൊരു ബന്ധമൊന്നുമില്ല. മുറിലൊന്നുമില്ല. മുറിലാതെ ഇയാളുടെ ലൊക്കേഷൻ ചോദിച്ചപ്പോൾ കുറച്ച് ദൂരെയാണ്. അന്ന് കത്ത് കൊടുക്കുന്ന ദൂതന്മാരുണ്ട്. മുറിലെ ഒരു കത്ത് എഴുതി അയാൾക്ക് അയച്ചു, അയാൾ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ആ കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു പറഞ്ഞു, പാപങ്ങൾ പൊറുക്കുന്നവനായ അല്ലാഹു. എന്നിട്ടാണ് പിന്നെ കത്ത് തുടങ്ങുന്നത്. കത്ത് കിട്ടി മനുഷ്യൻ ഇങ്ങനെ നിർത്തി വായിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പാപങ്ങൾ പൊറുക്കുന്നവനായ, ഒരു വല്ലാത്ത സ്പാർക്കിയുടെ മനസ്സിലുണ്ട്. എല്ലാവരും അവോയ്ഡ് ചെയ്ത സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ വരിയിലാണ് മനുഷ്യൻ്റെ മനസ്സ് മാറ്റിയത്. ഇയാൾ മനസ്സിലാക്കി ഒരുപാട് മദ്യപിച്ച് തെറ്റുകളിലൂടെ ഉന്മാദം കൊണ്ടുകൊണ്ട് ഞാൻ ആറാടിയ മനുഷ്യൻ, പക്ഷെ പൊറുക്കുന്നവനായ അല്ലാഹു. മൂപ്പര് നേരെ എന്ത് ചെയ്ത് മാറ്റങ്ങൾ വരുത്തി മെല്ലെ മെല്ലെ മൂപ്പര് മദ്യപാനം ഒഴിവാക്കി. പിന്നെ അശ്ലീല പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന് വീണ്ടും പള്ളിയിലേക്ക് കയറി വരുന്നുണ്ട്. ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ. സാഹിബിമാരൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, കുറേ കാലം നിസ്കരിക്കാത്ത ആൾ സുബഹി ജമാഅത്തിനുണ്ട്, നമുക്കൊരു നോട്ടുണ്ട്. ആ നോക്കണവനെ പിടിച്ച് പൊട്ടിച്ചാണ്ട് അല്ല കാര്യമാണ്. തീരെ വരാത്ത ആൾ, നമ്മളെ ആളുകളൊക്കെ സ്ക്വാഡ് വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു വിഷയം കൂടി ഞാൻ പറയുമ്പോൾ പറയാം. ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ നിസ്കാരമൊക്കെ തുടങ്ങിയല്ലോ, അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. അങ്ങനത്തെ നമ്മൾ പെട്ടുപോയിരുന്നിട്ടില്ല. കാരണം നമ്മളെ അമലുകളും കൂടി ഇല്ലാതെയാക്കി പോയി. നമ്മൾ അതുവരെ പോയ ജമാഅത്ത് അല്ലാഹ് ഒറ്റ ചിലപ്പോൾ അയാൾക്കാണ് കൊടുക്കും. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഈ ഒരു ചേർത്ത് പിടിക്കലാണ്. അങ്ങനെ വന്നു ഉമർ റളിയല്ലാഹു അയാളെ ചേർത്ത് പിടിക്കുകയാണ്. എല്ലാവരും പുഞ്ചിരിച്ച് ഉമർ റളിയല്ലാഹു ഇങ്ങനെ ചേർത്ത് ഉമ്മ വെച്ചിട്ട് ഉമർ റളിയല്ലാഹു വെള്ളിയാഴ്ച പള്ളിയിൽ മെഹ്റാബിൽ കയറി. മെഹ്റാബിൽ കയറിയിട്ട് ഉമർ റളിയല്ലാഹു പറഞ്ഞൊരു വാക്കാണ്, നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഹിദായത്തിൽ നിന്ന് വിട്ടുമാറി നടക്കുമ്പോൾ അവനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക, അല്ലാതെ പിശാചിന് എറിഞ്ഞു കൊടുക്കുകയല്ല എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പല ആളുകളും ഇവിടെയൊക്കെ വരാത്ത ആൾ നമ്മളൊക്കെ എത്രമാത്രം കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഞാനടക്കം ഇവിടുന്ന് നാട്ടിൽ പോയ ആളുകൾ പിന്നെ പ്രവാസം അവസാനിപ്പിച്ച എത്ര ആൾ ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ നമുക്കൊക്കെ ഒരു ചിലവില്ലല്ലോ. ഒരു സലാം പറയും, എന്തെങ്കിലും വിശേഷം, ഒരുപാട് സന്തോഷമായിരിക്കും. അപ്പം ചെയ്ത് നോക്കുക. നമ്മളൊക്കെ ചെയ്യുന്നത് എടുത്ത് പറയില്ല, നമ്മളങ്ങനെ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന നീ എന്നെ മറന്നിട്ടില്ലല്ലോ, നീ എന്നെ ഓർമ്മിച്ചല്ലോ, വല്ലാത്ത സന്തോഷം. പ്രാർത്ഥിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനകൾ. ഇതൊക്കെ ചെറിയ നമ്മളെ വാട്സപ്പ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ 6 മാസം 7 മാസമായിട്ട് കോണ്ടാക്റ്റൊക്കെ അടിയിൽ പോയ ആളുകൾ, കുടുംബത്തിൽപ്പെട്ട ആളുകൾ, നിങ്ങളും ഞാനടക്കം ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ ഓടിച്ചു നോക്കിയാലൊക്കെ ഏതെങ്കിലും ഒരാൾ പണ്ട് പിന്നെ എന്താണ് ഈദ് മുബാറക് 8 കൊല്ലം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞിട്ടൊക്കെ അടുത്ത പെരുന്നാളാകുമ്പോഴൊക്കെ നമ്മളിത് നോക്കുക. അയാളെന്നോ കണ്ടിട്ട് അന്ന് അയാൾ മറുപടി തന്ന വോയിസ് മെസ്സേജ് നമ്മൾ വെറുതെ ഓണാക്കേണ്ടി വരും. അല്ലെങ്കിൽ വീണ്ടും അടുത്ത് ഈദ് മുബാറക്കിൽ ഇയാളെ അറിയിച്ച് അങ്ങനെ ഇതിൻ്റെ വോയിസ് മെസ്സേജ് ഒന്നും കേട്ടിട്ടില്ലല്ലോ. ആലോചിച്ചൊക്കെയാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ചേർത്ത് പിടിക്കലുകളൊക്കെ. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചേർത്ത് പിടിച്ചത് അങ്ങനെയായിരുന്നു ഇസ്ലാമിൻ്റെ മര്യാദ. അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കണം നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ട് ആരാണ് നമ്മളോട് ശത്രുത ഉള്ള ആളുകളാണെങ്കിൽ അവരൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. അതേപോലെ തന്നെ ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരും. ഉൻദുർ അഹാക ളാലിമൻ ഔ മദ്ലൂമൻ എന്ന് പറഞ്ഞത്, നിൻ്റെ സഹോദരൻ അക്രമിയായാലും അക്രമിക്കപ്പെട്ടാലും ഉൻസുർ, നീ അവനെ സഹായിക്കണം എന്നാണ്. ഉൻസുർ അഹാക ളാലിമൻ ഔ. ഈ അക്രമിക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം. അക്രമിയെ ചോദിച്ചപ്പോൾ സാഹിബിമാർക്കൊക്കെ ഭയങ്കര ഇത്. നബിയോട് ചോദിച്ചു, നബിയെ അക്രമിനെ നമ്മൾ സഹായിക്കണം. നബി പറഞ്ഞാൽ അക്രമിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അക്രമത്തിൻ്റെ പാതയിൽ നിന്ന് നമ്മൾ സത്യത്തിൻ്റെ നന്മയുടെ പാതയിൽ കൈപ്പിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മുടെ ഇപ്പോൾ സെൻട്രൽ വരാത്ത QLS വരാത്ത അല്ലെങ്കിൽ ക്ലാസ്സുകൾക്ക് വരാത്ത നമ്മുടെ ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാത്ത നമ്മൾ ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് വരാത്ത ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ പിന്നെ ഒന്ന് വിളിക്കുക. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിരിക്കാം, ചെറിയ അതായത് മാനസികമായിട്ടുള്ള ചെറിയ ഒരു അകൽച്ചയായിരിക്കും. ആ അകൽച്ച ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് തോളിപ്പിടിച്ച് ഒരു കൈ കൊടുത്ത് ഒരു ചായ കുടിച്ചാൽ തീരുന്നതാണ്. ഈ സുലൈമാനിക്ക് ഭയങ്കര പവറുണ്ടെന്ന് ചില ആളുകൾ പറയും. എന്നൊരു ചായ കുടിക്കാറുണ്ട്, അതിലെല്ലാം തീരണം. തീരാതെ കിടന്നുറങ്ങുമ്പോൾ രാവിലെ മയ്യത്ത് കുളിപ്പിക്കാൻ ചിലപ്പോൾ നമ്മൾ തെറ്റിയ അയൽവാസിയായിരിക്കും കുളിക്കും.
ചിലപ്പോൾ ആളുകൾക്കൊക്കെ സങ്കടം വരെ എപ്പോഴാണ്. ഇപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഞാൻ എൻ്റെ അയൽവാസി എന്ത് കാരണത്തിലാണോ തെറ്റിയത് എനിക്കറിയില്ല, പക്ഷേ അയാൾ മരിച്ചു കിടക്കുന്ന സമയത്തിന് വല്ലാത്ത സങ്കടം, എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നു എൻ്റെ മുമ്പ്, ഇയാൾ എന്നോട് എങ്ങനെ. പക്ഷേ അവൻ പറഞ്ഞത് അതൊരു പ്രശ്നമാണ്, പോകണം നമ്മൾ. അതേപോലെ തന്നെ നമ്മൾ ഈ അഭാവം കാണുമ്പോൾ നമ്മൾ വിളിക്കുക. പണ്ട് ISMൻ്റെ ഒരു ക്യാമ്പിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഒരാൾ പറഞ്ഞു, ഞാൻ ജില്ലാ സെക്രട്ടറിക്ക് ഫോൺ ചെയ്ത സമയത്ത് ഒരു ഗ്യാപ്പ് വന്നു, വല്ലാത്ത സങ്കടപ്പെടുത്തു. ആ ഫോണിൻ്റെ മറുതല എടുത്ത് അവൻ്റെ ഉമ്മയാണ്, പേര് ഞാൻ പറയുന്നില്ല. എന്നിട്ട് അവനെവിടെയും വെച്ചപ്പോൾ 5 മാസം അവൻ മരണപ്പെട്ട ആക്സിഡൻറ്റിൽ. ഒരു സംസ്ഥാന ഭാരവാഹി എക്സിക്യൂട്ടീവ് ആൾ ജില്ലാ ഭാരവാഹിയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, തൻ്റെ ജില്ലയിലൊരു ജില്ലാ സെക്രട്ടറി മരണപ്പെട്ടത് അറിഞ്ഞില്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ബന്ധങ്ങളെ ഒഴിവാക്കിയതായിരിക്കില്ല മനഃപൂർവ്വം, പക്ഷെ നമ്മുടെ അശ്രദ്ധ മൂലമായിരിക്കാം. അപ്പോൾ ചുറ്റുഭാഗത്തുള്ള കുടുംബത്തിലുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരു ഫോൺ ചെയ്തിട്ട് വിളിച്ച് ചോദിച്ചു, നമുക്ക് എന്താ അമ്മായി എന്താ വർത്താനം, അല്ലെങ്കിൽ അമ്മോൻ എന്താ വർത്താനം, ഇളയമ്മ. ചിലപ്പോൾ ഭയങ്കര പോരും കുശുമ്പുണ്ടാവും, പ്രായം ചെന്നാൽ അതൊക്കെ അതിൻ്റെ പ്രായം നമുക്കും വരും. പ്രായം കൂടി തലയിൽ സാൾട്ട് ആൻഡ് പെപ്പർ കളർ വന്നാൽ നമ്മളെ സ്വഭാവമൊക്കെ മാറും. പല ആളുകളും, നല്ല ആളുകളുണ്ടാവട്ടെ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളല്ലേ പറഞ്ഞത്, ഞാനടക്കം എല്ലാ ആളുകളും. പ്രായം വരുമ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിൽ പോകും, ചെറിയ കാര്യത്തിൽ തെറ്റും, വാശി പിടിക്കും. നമ്മൾ കുട്ടികളെ എങ്ങനെയാണോ നോക്കിയത് അതേപോലെ അവരോട് നോക്കിയാൽ മതി. വാപ്പിയമ്മയൊക്കെ തൊട്ടി പിടിച്ചിനൊക്കെ കുറ്റം പറയുന്ന ആളുകൾ, എന്നിട്ട് നമ്മൾ തന്നെ പല ആളുകൾ പറയും, മുന്തിയോ കുറ്റം കുറവ് ഈ തന്തക്കും തള്ളക്കും. അത് ആ ഒരു പ്രായം കൊണ്ടാണ്. നാളെ നമുക്കും വരും. ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, പ്രവാചകൻ പഠിപ്പിച്ച ആ ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ ഈ അകന്നിരിക്കുന്ന ആളുകളൊക്കെ പിടിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. കാരണം ഒരിക്കലും ഖുർആൻ ക്ലാസ്സിലേക്ക് ഖുർആൻ്റെ വെളിച്ചത്തിൻ്റെ ഒരു സംഗമം വയനാട് നടക്കുന്ന സമയത്ത് ഒരാൾ അനുഭവം പറഞ്ഞു. ഒരു ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരം പഠിതാവ് പറഞ്ഞു, മൂപ്പര നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കച്ചവടക്കാരൻ, ബിസിനസ് അങ്ങനെ രാവിലെ ഒരു ഖുർആൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഞായറാഴ്ച ഇയാളവിടെ ഷോപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും, ഷോപ്പ് അടച്ചു. പക്ഷേ ഇയാൾ അങ്ങനെ ചെന്ന് വിളിക്കുമ്പോൾ അയാൾക്കൊരു അപ്പോൾ ഇയാൾ നിരന്തരം സംഘാടകൻ നിരന്തരം ഇയാളെ ശ്രമിച്ചു. ഒരു ദിവസം പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ എനിക്കുള്ള പ്രശ്നം തരും, ഖുർആൻ ഓതാൻ അറിയില്ല, അക്ഷരങ്ങൾ അറിയില്ല. രണ്ടാമത് എല്ലാ സാധാരണക്കാരുടെ ഇടയിലൊക്കെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഓതാൻ അറിയുന്ന ചളുപ്പത്തരം ഉണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ചളുപ്പത്തരം വേണ്ട, ഞങ്ങളെ കൊണ്ട് ഓദിപ്പിക്കൂല എന്നല്ല ഞാൻ ഉറപ്പ് തരാം, ഞങ്ങൾ വന്നിരുന്നാണ്. അങ്ങനെ QLS സദസ്സിൻ്റെ ബാക്കിൽ ഇയാളിരുന്നു. അന്ന് ഇൻസ്ട്രക്ടർ ഖുർആൻ എടുക്കുന്ന അധ്യാപകന് സൂറത്ത് എടുക്കുന്ന വൈലുലിൽ മുത്തഫിഫീനാണ്. ഇനി ആ സംഘാടകർ പറഞ്ഞെടുപ്പിച്ചതാണോ എന്നറിയില്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതിനെ പറ്റി ഇങ്ങനെ പറയണം. ഇയാൾ അതിങ്ങനെ കേട്ട് കഴിഞ്ഞു. രണ്ടാമത് ക്ലാസ്സിൻ്റെ അവസാനം ഇയാൾ ഒരു ആയത്ത് ഹദീസും പാടെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യം കൂടി ഹദീസും കൂടി പറഞ്ഞു, അത്താജിറുൽ അമീൻ മഅ സിദ്ദീഖീന വശുഹദാ. കച്ചവടക്കാർ അല്ലെങ്കിൽ വിശ്വസ്തയുള്ള സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ നാളെ സ്വർഗത്തിലെ മഅ സിദ്ദീഖീന വശുഹദാ, അതായത് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഉമറിൻ്റെയൊക്കെ കൂടെ ശുഹദാക്കളായ ആളുകളുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവുമെന്ന് പറയുന്ന ബാക്കിലിരിക്കുന്ന ആൾ മെല്ലെ മെല്ലെ തല ഉയർത്തിയൊരു അഭിമാനത്തോടെയാണ് ഇരിക്കുന്നത്. പിറ്റേ ദിവസം കടയിൽ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇനി സെക്കൻഡ് ക്വാളിറ്റി ഒരു ക്വാളിറ്റി പ്രശ്നമില്ലാത്ത നല്ല സാധനങ്ങൾ വിൽക്കണം എന്ന് പറഞ്ഞ കച്ചവടക്കാരെ വരെ, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ വരെ അദ്ദേഹം ഉത്ബോധനം ചെയ്ത ഒരു മനുഷ്യൻ. പിന്നീട് അയാൾ പറയുന്നത്, ഞാൻ ഇന്ന് ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. വയനാട് വെളിച്ചം സംഗമത്തിൽ, നമ്മുടെ കൊറോണയ്ക്ക് ശേഷം നടന്നൊരു സംഗമത്തിലാണ് അത് പറഞ്ഞു. നമ്മളൊക്കെ ഖുർആനുമായിട്ടുള്ള ബന്ധവും ഇതൊക്കെ ഇങ്ങനെ അത് നേരത്തെ പറഞ്ഞു. ഈ ഒരു സംഘാടകൻ ഇയാൾ നിരന്തരമായി ശ്രമിച്ചല്ലോ, 1, 2, 3 വട്ടം അയാൾ ക്ലാസ്സിന് വിളിക്കും. നമ്മൾ 2, 3 വട്ടം ക്ലാസ്സിന് വിളിച്ച് ചില ആളുകൾ തിരിഞ്ഞു നോക്കും, നമ്മൾ അവരുടെ പണി നോക്കട്ടെ, ഞാനടക്കം നിങ്ങൾ. അപ്പോൾ നമ്മളതൊന്ന് മാറ്റി, നമ്മൾ വിളിക്കുക, നിരന്തരം മെസ്സേജ് ഇങ്ങനെ അയക്കുക. ചിലപ്പോൾ വന്നാലോ നമ്മളറിയില്ല, ചില സമയത്ത് അവർക്ക് ഒരു വിചിന്തനത്തിന് ഇതായി കഴിഞ്ഞാൽ അവർക്ക് അത് കഴിയും എന്നുള്ളതാണ്. ഏതായാലും വിഷയങ്ങൾ ചുരുക്കുകയാണ്, ഒറ്റ ഓടിച്ച് പറയുകയാണ്. കാരണം പറഞ്ഞ സമയത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ എന്നെ നോക്കും, ഞാൻ നിങ്ങളെ നോക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധത്തിൽ മക്കൾ ഭാര്യമാരിലൊക്കെ നമ്മൾ ഇസ്ലാമികമായിട്ടുള്ളത് ഒന്നുണ്ടാക്കുക, അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ മക്കളോട് ചോദിക്കുക. ഭാര്യ നമ്മൾ സുബഹിക്ക് എണീക്കുമ്പോൾ ഫാമിലിയുള്ളവരെ ഭാര്യമാരെയും മക്കളേക്ക് ഒന്ന് വിളിക്കുക. മകളും മകനും ഭാര്യയൊക്കെ നല്ല ഉറക്കാകാറുണ്ട്. ഇപ്പോൾ
ഒരിക്കൽ ഒരു മൂലി ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, പള്ളിയിൽ രാവിലെ സുബൈ ജമാഅത്തിന് വന്ന കുറേ താക്കോലുണ്ടാവും, പിന്നെ ആണുങ്ങളെ കയ്യിൽ മെല്ലെ അവിടെ വെക്കുക. എന്താ വെച്ചാൽ ഭാര്യ മക്കളും അറിയാതെ വീട് കൂട്ടി ഇറങ്ങി വന്നിട്ട് നിസ്കരിക്കാൻ കൊടുക്കുക ജമാഅത്തിന്. അവരെ ഉറക്കം സ്വീപ്പാക്കണ്ട. ആലോചിക്കുകയാണ്, മകൻ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ പഠിച്ചിട്ടുള്ളത് നമ്മളെ സംഘടനയും നമ്മളെ പിന്നെ ഇതൊന്നല്ല പറഞ്ഞു. ഇസ്ലാമിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മൾ ഒരു പിന്നെ രക്ഷിതാവാണെങ്കിൽ നമ്മുടെ ചെറിയ കുട്ടി ഉറങ്ങുകയാണെങ്കിൽ സുബൈക്ക് ഒന്നും എടുത്ത് വന്നിട്ട് 3 വയസ്സായ കുട്ടിയാണെങ്കിൽ പറഞ്ഞത് ഒന്ന് കൊട്ടണം എന്നാണ്. കുട്ടിയെ ഉണർത്തണം, കുട്ടി നിസ്കരിക്കണം. കുട്ടി തിരിഞ്ഞ് തുടക്കിങ്ങനെ നോക്കുമ്പോൾ വാപ്പിയമ്മ റൂമിൽ നിസ്കരിക്കണത് ആ കുട്ടി കാണും. നമ്മളെങ്ങനെയാണ് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പുതപ്പ് നിൽക്കുമ്പോൾ കുട്ടീൻ്റെ കാലുമൊക്കെ പുതപ്പോയി നമ്മൾ കയറ്റിയിട്ട് ഭാര്യനോട് നേരെ ഉറങ്ങിക്കൊണ്ട് ഞാൻ പള്ളിയിൽ പോകണം. ഒന്നത് നമ്മൾ ചോദിക്കാറുണ്ടോ എന്നുള്ളത്. രണ്ടാമത്തത്, മക്കൾ സ്കൂൾ ഇതൊക്കെ വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചോ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കൂടെ ഇന്ന് അടുത്ത പള്ളിയിൽ അസറും പിന്നെ ദുഹറൊക്കെ നിസ്കരിച്ചു ആരൊക്കെ ഇരുന്നു ജമാഅത്തിന് പോയത്. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സ്കൂളിൽ തന്നെ നിസ്കരിക്കണം എന്നുള്ള ആവശ്യമാണ്. പള്ളി എവിടെയാണെങ്കിൽ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ പറയും വേഗം ഒതുകൊടുക്കുക, നിസ്കരിക്കുക. എന്നിട്ട് ആ ഒരു ചോദ്യം ഇങ്ങനെ നിരന്തരം ചോദിക്കും. അതേപോലെ നമ്മൾ ഇവിടുന്ന് വിളിക്കും, പ്രത്യേകിച്ച് പ്രവാസികൾ, നമ്മൾ ഭാര്യമാരോടൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വർത്താൻ പറയും. മക്കളോട് ആകെ 1 മിനിറ്റ് 2 മിനിറ്റ് നമ്മൾ മാറ്റും. ഭാര്യനോട് സംസാരിക്കും, മക്കളോട് മണിക്കൂറുകൾ സംസാരിക്കും, അരമണിക്കൂർ അവൻ്റെ കാര്യം അവളുടെ കാര്യം. കാരണം ഈ കാലഘട്ടം വളരെ പ്രയാസമുള്ളതാണ്. എല്ലാ വിധത്തിലുള്ള അശ്ലീലങ്ങളും അതേപോലെ അപകടം നിറഞ്ഞതാണ് ക്യാമ്പസുകളും സ്കൂളുകൾക്ക്. ഒരു സർവേയിൽ പറഞ്ഞത് 13 വയസ്സായ കുട്ടികളൊക്കെ മദ്യപാനികളാണ്. 6ാം ക്ലാസ് 7ാം ക്ലാസ്. നമ്മളെ മക്കളുടെ കൂട്ടുകാരന്മാരാരാണ്? സ്കൂളിൽ വരവും പോക്കും ട്യൂഷൻ. ഇപ്പോൾ പലപ്പോഴും പല പ്രശ്നം രാത്രി ട്യൂഷനൊക്കെ ഉണ്ടാവും. സയൻസ് അക്കാഡമി, സോഷ്യൽ അക്കാഡമി, ഹിസ്റ്ററി അക്കാഡമി ഒക്കെ അക്കാഡമി ആയിരിക്കും. പക്ഷെ അവിടെ പോട്ടെ പഠിക്കട്ടെ, പക്ഷെ നമ്മുടെ ഒരു പിന്നെ കണ്ണ് അവിടെ വേണം എന്നുള്ളത്. അതുകൊണ്ട് മക്കളുമായിട്ടുള്ള എപ്പോഴും ഒരു സംഭാഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രക്ഷിതാവായി മാറിക്കഴിഞ്ഞാൽ മക്കളുടെ കാര്യത്തിൽ കുടുംബത്തിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇസ്ലാമിക പാതയിലേക്ക് കൊണ്ടുവരിക. അവരെ നമ്മൾ അങ്ങോട്ട് ചോദിച്ച് അവരെ എന്ത് ചെയ്യിക്കുക. അതുകൊണ്ടാണ് പരലോകത്ത് എത്തുമ്പോൾ ഒരു ധന്യമായ സാഹചര്യത്തെ പറ്റി പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്ത് പിന്നെ റായതിൽ 23-24 നിങ്ങൾ വായിക്കുക, സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ അർത്ഥം പറയും. സ്വർഗത്തിൽ ഒരു വിഭാഗം ആളുകൾ പ്രവേശിക്കും. അതാരൊക്കെയാണ് എന്ന് പറയുമ്പോൾ വാപ്പയും, അതായത് അതിൽ പറയുന്നത് പിന്നെ ആബായിയും വസ്വാജിയും ദുരിയാത്തിയും, മക്കള്, ഭാര്യ, പിന്നെ നമ്മളൊക്കെ കൈ ചേർത്തുകൊണ്ട് അവർ സ്വർഗത്തിലേക്ക് കിടക്കുന്ന സമയത്ത് സ്വർഗത്തിൻ്റെ മലായിക്കൾ പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ അഖ്ബദ്ദാർ എന്നാ പറയുന്നത്. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ശാന്തി സമാധാനം, പിന്നെ ആ ഒരു സമാധാനം ശാന്തി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് മലക്കുകൾ സ്വർഗത്തിൻ്റെ. അത് എങ്ങനെയുള്ള ആളുകളാണ്? ഭാര്യനെയും മക്കളെയൊക്കെ നിസ്കരിക്കാനും ഇത്. ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ നമ്മൾ എത്ര ആൾ വിളിക്കലുണ്ട്? സുബൈ ഒരു ടെസ്റ്റ് ഡോസിന് സുബൈക്കൊന്ന് വിളിക്കുക, അസ്സലാമു മോളെ എണീറ്റോ, മോനെ എണീറ്റോ, നിസ്കരിച്ചോ. എന്താ മാപ്പി ഈ സമയത്ത് 1-2 വട്ടം വിളിക്കും. പിറ്റേ ദിവസം ഫോൺ എടുക്കാനെങ്കിലും എണീക്കും. 3-ാമത്തെ ദിവസം എൻ്റെ വാപ്പ ഈ കോള് വിളിക്കണം നിസ്കരിച്ചോ എന്നല്ല, എണീറ്റ് നിസ്കരിച്ചോളൂ. അങ്ങനെയുള്ള കുറേ ഇതുകൾ നമ്മൾ ചെയ്യുമ്പോൾ നാളെ സ്വർഗത്തിൽ നമ്മുടെ കൂടെ നമ്മുടെ ഇണയും മക്കളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള അതുകൊണ്ടാണ് അവർ മലക്കുകൾ പറയുന്നത്, നിങ്ങൾ ഒരുപാട് ബിമാ സ്വബർത്തും ഫനീമ അഖ്ബദ്ദ, ഒരുപാട് അങ്ങേറ്റങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടല്ലോ. ഈ സുബൈക്കൊക്കെ വിളിച്ചുണർത്തുമ്പോൾ സങ്കടമൊക്കെ ഉണ്ടാവും. അക്ഷമി ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ പകർത്തുക. അത് നമ്മൾ എല്ലാ ആളുകളോടും നമ്മൾ ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുപോയി ഏതായാലും അവസാനിപ്പിക്കുക. നമ്മൾ വിലയിരുത്തലുകളും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആളുകളെ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മൾ നെഗറ്റീവായിട്ട് വിലയിരുത്താൻ നോക്കരുത്. ഒരാളുകളുടെ ന്യൂനതകൾ വെളിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും, അവനെ കണ്ടോ, അവൻ്റെ കേസ് മനസ്സിലാവും, അവൻ്റെ പ്രശ്നം അറിയും, അവൻ അങ്ങനത്തോനാണ് ഇങ്ങനത്തോ. നമ്മൾ ഒരാളെ മാർക്കിടാനും പടച്ചോന് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മാർക്കിടുക, അത് ഇവാലുവേറ്റ് ചെയ്യുക, അത് നമ്മൾ തിരുത്താൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കയറ്റി ആ ഒരു ചരിത്ര സംഭവമുണ്ട്. അത് സമയത്ത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു ഇരിക്കുന്ന സദസ്സിൽ ഒരു സഹാബിയ ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നുണ്ട് 3 ചോദ്യങ്ങൾ. അയാൾക്കറിയാം ഇത് ഉസ്മാൻ റളിയല്ലാഹു ചെയ്തത്, എന്നാലും ഉസ്മാൻ റളിയല്ലാഹു എന്ന നേതാവിനെ ഇടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു ബദറിൽ പങ്കെടുത്തു? ഇബ്നു സുബൈർ പറഞ്ഞു ഇല്ല, പങ്കെടുത്തിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, പിന്നെ ഉഹുദിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു പിന്തിരിഞ്ഞ് ഓടി ഇബ്നു ഉമർ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഓക്കെ. മൂന്നാമത്തെ ചോദ്യം വന്നു, അതായത് ബൈഅത്തുൽ റിദ്വാനിൽ ഉസ്മാൻ പങ്കെടുത്തു? ഇല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇയാൾ പോവുകയാണ്. ഇയാൾക്ക് അറിയാം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഇതിൻ്റെ റീസൺ. അതിൽ
ഇബ്നു സുബൈർ ഇങ്ങനെ നോക്കും, എങ്ങോട്ടങ്ങൾ പോകണമെന്ന് ചോദിച്ചു. പോകാൻ പറ്റുമെന്ന് വരും, ഞാനിതൊന്ന് തിരുത്തി തരട്ടെ. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങൾ, തെറ്റിദ്ധാരണകൾ. നമ്മളെ ഇടയിലൊക്കെ തെറ്റിദ്ധാരണകളുണ്ട് പല കാര്യങ്ങളും, അത് നമ്മൾ തിരുത്തണം. ഓൻ അങ്ങനെയാണ്, ഓൻ ഇങ്ങനെയാണ്, ഓൻ അവിടെയാണ്, ഓൻ ഇവിടെയാണ്, ഇങ്ങനെയാണ്. നമ്മളെ സർക്കിളിൻ്റെ അപ്പുറത്താണ്, നമ്മളെ സർക്കിളിൻ്റെ ഇപ്പുറത്താണ്. നമ്മൾ ഈ ആനമയിലൊട്ടം കുത്തുന്ന കുറേ പരിപാടി നമ്മളൊക്കെ എല്ലാവരും മനസ്സിലുണ്ട്. ഒരു സാഡിസ്റ്റ് മൈൻഡ് നമുക്കുണ്ട്, മറ്റുള്ളവരെ വിലയിരുത്തുന്നില്ല. ഇബ്നു സുബൈർ പറഞ്ഞു, ഒന്നാമത്തെ ചോദ്യം ബദറിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത്. ഇല്ല. പ്രിയതമ നബിയുടെ മകള് മരണത്തോട് മല്ലിടുന്ന സമയത്ത് നബിയാണ് എക്സ്ക്യൂസ് കൊടുത്തത് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. മനസ്സിൽ അങ്ങനെയാണ്. രണ്ടാമത്തെ ഉഹുദിന് പിന്തിരിഞ്ഞു ഓടിയിട്ടുണ്ട് ഉസ്മാൻ റളിയല്ലാഹു. രണ്ടാമത്തെ ഘട്ടത്തിൽ യുദ്ധം കൊടുമ്പിരി മുസ്ലിങ്ങൾ പിറകോട്ട് പോയി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മാപ്പ് കൊടുത്ത കൂട്ടത്തിൽ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു എല്ലാ ആളും പിന്നെ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കണം. മൂന്നാമത് ബൈഅത്തുൽ റിദ്വാനി പങ്കെടുത്തിട്ടില്ല എന്ന്. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് ഹുദൈബിയ സന്ധി അറിയാമല്ലോ, ബൈഅത്തുൽ റിദ്വാനി അറിയാം. പിന്നെ ഇബ്നു അമ്മാറിനെ അത് ആ സമയത്ത് ഈ മക്കക്കാരുമായിട്ട് ഉംറക്ക് വരരുത് എന്നുള്ളൊരു പ്രശ്നം വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ നബി ദൂതനായിട്ട് അയച്ചിക്കാണ് ഖുറൈശിനോട്. അപ്പോൾ അവിടെ ഉസ്മാൻ റളിയല്ലാഹു സന്ധി സംഭാഷണം പറഞ്ഞപ്പോൾ ഈ പ്രാവശ്യങ്ങൾ ഉംറ ചെയ്യേണ്ട മടങ്ങിപ്പോയിക്കോളി എന്ന് പറഞ്ഞ ആ സമയത്ത് സന്ധി സംഭാഷണം നീണ്ടപ്പോൾ ഈ ദൂതനായി പോയ ഉസ്മാൻ റളിയല്ലാഹുവിനെ കാണാതായപ്പോൾ പിന്നെ ഒരു ബയ്യത്ത് ചെയ്തു, നമ്മുടെ ദൂതനെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവിടെ ബയ്യത്ത് ചെയ്യുന്ന സമയത്ത് മക്കയിലുള്ള ഉസ്മാൻ റളിയല്ലാഹു എങ്ങനെയാണ് ഹുദൈബിയയിൽ വന്ന് ബയ്യത്ത് ചെയ്യുക? ഇത് ഇയാൾക്ക് അറിയാം. അപ്പോൾ ഒരു നേതാവിനെ ഇടിച്ച് താഴ്ത്താൻ, ആ നേതാവ് എന്നല്ല ഒരു മനുഷ്യനെ ഇടിച്ച് താഴ്ത്താൻ നമുക്ക് സത്യങ്ങൾ അറിഞ്ഞാലും നമ്മളത് ഒരു കറക്റ്റന് മാറ്റിവെക്കും. സത്യം അവിടെ നിൽക്കട്ടെ, നുണ ഞാൻ ചെരിപ്പിട്ടിട്ടൊന്നും വരാം, എന്നിട്ട് നിങ്ങൾ ബാക്കിങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാം ആളുകളുടെ ന്യൂനതകൾ മറച്ച് മൻസത്രൽ മുസ്ലിം സത്രഉല്ലാഹു യൗമൽ ഖിയാമ. നമ്മളെ ആളുകളുടെ ന്യൂനത മറച്ചു വെച്ചാൽ നമ്മളെ ന്യൂനത അല്ലാഹു പരലോകത്ത് മറച്ചു വെക്കും. അവിടെയാണ് ജീവിതത്തിലെ മാറ്റം എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എൻ്റെയും നിങ്ങളെയും വന്നിട്ടുണ്ടാകും. കാരണം ഈ പറഞ്ഞതൊക്കെ ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ഓരോ ദിവസവും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചാലും മതിയോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒരുപാട് പരിവർത്തനങ്ങൾ ജീവിതത്തിലുണ്ടാവും. എൻ്റെ സംസാരത്തിൽ സ്ഖലിതങ്ങൾ തെറ്റുകൾ വന്നിട്ടുണ്ടാവും. പണ്ഡിതനല്ല, ആയത്തുകളും മറ്റൊക്കെ ഓതുമ്പോൾ തെറ്റുകൾ വരുമ്പോൾ ക്ഷമിക്കുക. ഏതായാലും അള്ളാഹുവിലേക്ക് കൂടുതലെടുക്കാൻ ശ്രമിക്കുക. സർവശക്തനായ നാഥൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി പെരുമാറാറുണ്ട്. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. നാഥ നിൻ്റെ ഫളില് കൊണ്ടും റഹ്മത്ത് കൊണ്ടും അവരുടെ രോഗം എത്രയും വേഗം ശിഫയാക്കി കൊടുക്കുന്ന തമ്പുരാനാണ്. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഐക്യത്തോടെ അങ്ങനെയുള്ള ജീവിക്കാനുള്ളൊരു സന്മനസ്സ് ഞങ്ങളുടെ ഏവർക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് നാഥ. മരണപ്പെട്ടു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് പൂർണ്ണ സംതൃപ്തിയോടുകൂടി മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 5 മിനിറ്റ് കൂടുതലെടുത്ത് ക്ഷമ ചോദിക്കും.